എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രചോദിപ്പിച്ചുകൂട്ടാ, നമുക്കങ്ങ് തുടങ്ങിയാലോ? തുടങ്ങാം. അതായത് ഇന്ന് നമ്മുടെ ജീവക്കുട്ടൻ ഇല്ല ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എവിടെയാണ് പോയത് ഇവൻ? അതാണ് അവൻ വേറൊന്നുമല്ല, ഒരു ഗംഭീര സിനിമയില്, ഒരു ഉഗ്രൻ സിനിമയിൽ ഒരു ഉഗ്രൻ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി ചക്രക്കുട്ടൻ പോയി. അപ്പൊ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഉണ്ടാവണം. ജീവയുടെ സിനിമ ഉടൻ തന്നെ റിലീസ് ആവുന്നതാണ്. ജീവ അതിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പൊ ജീവ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ജീവയുടെ ജോലികൾ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കും. നിങ്ങളൊന്ന് കൂടെ നിന്നാൽ മതി. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ് ആരാണെന്ന് നോക്കണ്ടേ? അപ്പൊ ഇന്ന് നമ്മുടെ ഓഡിയൻസ് വന്നിരിക്കുന്നത് പാലക്കാട്ട് നിന്നാണ് അല്ലേ? പാലക്കാട് എവിടെയാണ് പറഞ്ഞോളൂ. ഞങ്ങള് പാലക്കാട് ജില്ലയിലെ നെന്മാറ ബ്ലോക്കിലെ മേലാർകോട് പഞ്ചായത്ത് ആടിപ്പൊളി പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാരും കുടുംബശ്രീ ചെയർപേഴ്സണും അംഗൻവാടികൾക്ക് കുട്ടികൾക്കുള്ള ഫുഡ് കൊടുക്കുന്ന അമൃതം ന്യൂട്രിമിക്സ് ഉണ്ടാക്കുന്ന ആളുകളും കൂടിയാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ ഷോ കാണാറുണ്ടോ? അത് സ്ഥിരം കാണാറുണ്ട്. എങ്ങനെയുണ്ട്? പഞ്ചായത്തിന് തന്നെ ഇവിടെ 2 പ്രാവശ്യം വന്നുപോയി. നല്ല ഇഷ്ടപ്പെട്ട പരിപാടിയാണ്. ഒരുപാട് സന്തോഷം. എല്ലായ്പ്പോഴും ഞങ്ങൾ കാണുന്ന പരിപാടിയാണ്. അപ്പൊ പ്രചോദിപ്പിച്ചുകൊണ്ട് അപ്പൊ നമ്മുടെ ഫാൻസ് ആണ് വന്നിട്ടുള്ളത്. അല്ല, അവിടെ ജിപ്പ് കണ്ട തന്നെ അറിയാം. ഇങ്ങോട്ട് വരട്ടെ. അപ്പൊ ഗംഭീര സ്കിറ്റുകളാണ് വരാൻ പോകുന്നത്. ചിരിക്കാൻ റെഡി ആയിട്ടിരുന്നോളൂ. ഗംഭീര ടാസ്കുകളു. അപ്പോ നമുക്ക് ആദ്യത്തെ സ്കില്ലോട്ട് പോയാലോ? ഓക്കെ. ഓരോ ക്യാരക്ടേഴ്സിലും വ്യത്യസ്തത കൊണ്ടുവരുന്ന പരസ്പരം മത്സരിക്കുന്ന 3 പേരുള്ള ഒരു ടീമാണ്. അങ്ങനെ ആദ്യത്തെ പേര് ഞാൻ പറയാം. പറ. മനോജ് വലഞ്ചുഴി. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഞാൻ പറയും. പറ. ബിജു വർഗീസ്. അപ്പൊ പിന്നെ മൂന്നാമത്തെ പ്രേക്ഷകർക്ക് മനസ്സിലായി, നമ്മുടെ സ്വന്തം ദീപ്തി. നല്ലൊരു കൈയ്യടി കൊടുക്കാം. വേറെ എന്റെ ദൈവമേ, ഒരമ്മ എന്നുള്ള നിലക്ക് എനിക്ക് ഏറ്റവും സന്തോഷം അഭിമാനമുള്ളൊരു ദിവസമാണെന്ന്. എൻ്റെ ഒരേ ഒരു മോടെ കല്യാണം. അമ്മായിയും കുഞ്ഞമ്മയും രാധാമ്മയൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്ന. പിന്നെ ഞാനൊരു കാര്യം അങ്ങനെ പറഞ്ഞേക്കാം. രാധാമ്മ ഇന്നലെ കൊണ്ടുവന്ന കവറില്ലേ, അതിൽ 500 നോട്ട് കീറിയതായിരുന്നു. നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന് ഞാൻ ഇത് തന്നെ അങ്ങോട്ട് വെച്ച് തരും, പറഞ്ഞേക്കാം. പിന്നെ എല്ലാരും ഇവിടെ ഇങ്ങനെ വെറുതെ കണ്ടും ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കാണ്ട് അങ്ങോട്ട് കയറി എന്തെങ്കിലുമൊക്കെ കഴിക്ക്, എന്നിട്ട് ഇത് നിറച്ചങ്ങോട്ട് തന്നിട്ട് പോ. പിന്നെ ഞാൻ കല്യാണക്കാർഡിൽ പ്രത്യേകം ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു, സംഭാവന ഒന്നും സ്വീകരിക്കില്ലെന്ന്. ചുമ്മാതാ, എല്ലാരും ഇങ്ങോട്ട് കയ്യോടെ തന്നേക്കണം. അയ്യോ, ചെറുക്കനും കൂട്ടനും വന്നില്ലല്ലോ ഭഗവാൻ. കല്യാണ കച്ചേരി കച്ചേരിക്കാരും ചെറുക്കനും കൂട്ടനും എത്തി. ഇല്ലമ്മ, ഞാൻ സ്കൂട്ടറിലല്ല വന്ന, കാറിലാണ് വന്നത്. ഓടാ, നിന്റെ ഒരു തമാശ. എന്തോ ഒരു വിനയുള്ള ചെറുക്കൻ നോക്കമ്മായി കണ്ട. അല്ല, കിണ്ണം കാച്ചിയ കൊലുസ് 2-3 ദിവസത്തിനകത്ത് അവളെ കൊണ്ട് ഞാൻ ഊരി പണയം വെപ്പിക്കും. അല്ലടാ, കുടിനകത്തിൽ കൂട്ടൈസൂട്ട് ഡെക്കറേറ്റ് ചെയ്ത് വന്ന് നിക്കണ് തള്ളച്ചി. ഇല്ല ഇതൊക്കെ എന്തൊക്കെയാ പറഞ്ഞ അമ്മ ബ്ലെസ്സിങ് വേണം. അമ്മ ഓ, ബ്ലെസ്സിങ്. എന്റെ പൊന്നുമോനെ, നീ നന്നായി വരുവാടാ. എന്റെ ചെറുക്കനെ കുറിച്ച് പറയാനാണ് ഇത്രയും നല്ലൊരു തങ്കപ്പെട്ട ഒരു ചെറുക്കനമ്മായി. ഈ കലർച്ച സ്വഭാവമുള്ള പെങ്കൊച്ചിന് ഇത് എങ്ങനെ കിട്ടിയെന്ന് ആർക്കറിയാം. ഇല്ല, എന്റെ മോള് നല്ല തങ്കപ്പെട്ട പെങ്കൊച്ചാന്ന് പറഞ്ഞ എന്റെ മോനെ. അതല്ലേ ഞാൻ. അല്ല, ഒറ്റക്കാണോ വന്ന? ഇല്ല, ഞങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട്. കുടുംബക്കാരും കൂട്ടുകാരൊക്കെ എവിടെ? അമ്മ, ഞങ്ങൾ അവിടുന്ന് 10 കിലോമീറ്ററിലും ഓഡിറ്റോറിയത്തിലോട്ടുള്ളൂ. വണ്ടി ഞാൻ ഒരു 50 കിലോമീറ്റർ കറക്കി വിടാൻ പറഞ്ഞു. അതെന്താ പിന്നെ? ബസ്സിലിട്ടേക്കണ സിനിമ തീരണ്ടേ, വരട്ടവര്. മുഹൂർത്തത്തിന് മുമ്പ് അവര് വരുവാ. എല്ലാരും പൊന്നെ, നിന്റെ അച്ഛൻ വരുവാടാ. അച്ഛൻ 10-35 വർഷം മുമ്പ് നാട് വിട്ട് നമ്മളെ കളഞ്ഞിട്ട് പോയി. സത്ത ജീവനോടെ ഉണ്ടാന്ന് പോലും അറിഞ്ഞൂടമ്മ. വരൂല. സത്യം പറഞ്ഞ എനിക്ക് എന്റെ അച്ഛനെ കാണുന്ന ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, ഇത്രയും തങ്കപ്പെട്ടൊരു മോനെ തന്ന മനുഷ്യനല്ലേ, അങ്ങരുടെ കാലോട്ട് വേണം. അവളവിടെ, മോളവിടെ. മോള് പോയാ പിന്നെ ഞാന് മുറുക്കാണോ? ഞാൻ തങ്കിനെ കടിച്ചമർത്തിയാണോ? അങ്ങേര് പോയിട്ട് 10-15 കൊല്ലമില്ല. വിഷമിക്കണ്ട അമ്മ, അച്ഛന്റെ ആത്മാവ് ഈ ഓഡിറ്റോറിയം നിറഞ്ഞു നിക്കണുണ്ട്. എനിക്ക് ജീവിച്ചിരുന്ന സമയത്ത് എനിക്ക് സ്വസ്ഥതയെ സമാധാനം ഒന്നും തന്നിട്ടില്ല. എന്നും കുടിച്ചു വന്നിട്ട് അടി ഇടി ബഹളം. എന്നെ എന്തോരം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയാവൂ. ഉപദ്രവിച്ചെന്നാണോ ഉദ്ദേശിച്ചത്? ഇടക്കാശുരം തെറ്റിപ്പോണ ടെൻഷൻ
അല്ലാതെ പറയാ അറിഞ്ഞൂടാത്തോണ്ടല്ല. ഒന്നുമില്ല. അമ്മ ആ സദ്യാലയത്തിലോട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. ഓ പാപ അമ്മ, എല്ലാ കാര്യങ്ങളും അമ്മ ഓടി നടന്ന് ഒറ്റയ്ക്ക് ചെയ്യണോ അല്ലേ? അതല്ലടാ, അമ്മക്ക് ഗ്യാസ് കയറും, അതാണ് വേഗം സമയത്തിന് കഴിച്ചില്ലെങ്കിൽ ഗ്യാസ് അങ്ങോട്ട് നിറയണില്ലല്ലേ? ഇല്ല, ഇത് നിറഞ്ഞിട്ടില്ലടാ. ആദ്യം അത് നിറയില്ല, പോയി നിറച്ചോട്ടോ പെട്ടെന്ന്. ഓമേ, ഇനി താലി കെട്ടി ഞാൻ എങ്ങനെ ചെയ്യും? ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ട് കെട്ടണോ, ബാക്കിൽ നിന്ന് ഫ്രണ്ട്? അയ്യോ, അങ്ങനെ പറ്റൂലല്ലോ. He's waking, he's walking, he's flowing, he's growing, he's waking, he's walking, he's flowing, he's growing, he's moving, he's slowing, he's gonna do the showing. അയ്യോ, സിനിമാറ്റിക് ഡാൻസുകാർ വൈകുന്നേരം റിസപ്ഷനിലാണ് വരാൻ പറഞ്ഞത്. വൈകുന്നേരം 5 മണിക്ക് മറ്റേ ഹാളിൽ, ഇവിടെ അല്ല. അയ്യോ, ഞാൻ സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ വന്നതല്ല. അല്ലല്ല, അരേ ബേട്ടാ, ഞാൻ പപ്പയാടാ. അയ്യോ, ഇത്രയും നീളമുള്ള പപ്പായ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഏത് മരത്തിൽ തൂങ്ങി കിടന്ന് ഇത്രയും കാലം? അയ്യോ, മരത്തിൽ കിടക്കുന്ന പപ്പയല്ല, പിന്നെ 30 കൊല്ലം മുമ്പ് നിന്നെ കളഞ്ഞിട്ട് പോയില്ലയോ, ആ പപ്പയ വന്നിരിക്കുന്നത്. അയ്യോ, എന്റെ അച്ഛൻ. അച്ഛാ അല്ല, അത് ഞാൻ അങ്ങോട്ടാണ് വിളിക്കാനുള്ള അച്ഛാന്ന്. അതല്ല, ഞാൻ ബോംബെയിലായിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ അച്ഛാന്ന് കൂടുതൽ പറയും. അച്ഛ ഉപേക്ഷിച്ചിട്ടങ്ങ് പോയല്ലേ? ഞാൻ പോകുന്ന സമയത്ത് നീ ഒരു ചക്കുക്കുരു പോലെ ഉള്ളായിരുന്നു. ഇപ്പം വളർന്ന് പ്ലാവായ അച്ഛാ ഞാൻ. പിന്നെ ജീവിതങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിനക്ക് എന്താണ് ജോലി? എനിക്ക് വലിയൊരു കമ്പനിയുടെ തലപ്പത്താണ് അച്ഛാ. തലപ്പത്താന്ന് പിടിച്ചിരിക്കണം. എന്റെ പൊന്നുമോൻ തറ വീണ് കഴിഞ്ഞാൽ ചത്തുപോകും. അച്ഛ എങ്ങനെ അച്ഛാ ബോംബെയിലോട്ട് പോയത്? ഞാൻ ബോംബെ പോയെന്ന് പറഞ്ഞാൽ എന്റെ അമ്മയോട് നിന്നോട് ഒക്കെ പിണങ്ങി ഞാനങ്ങ് പോയില്ലേ. നേരെ ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. പൈസ കൊടുത്തു, ടിക്കറ്റ് എടുത്തു, ബാക്കി പൈസ വാങ്ങിച്ച് ട്രെയിനിൽ ഇരുന്നിട്ട് പാപ്പവും പുരിയൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ബോംബെ ചെന്ന് ഇറങ്ങി. ഇത്രയും വിശദീകരിച്ച് പറഞ്ഞതിന്റെ ഉദ്ദേശം? എല്ലാ സ്കിറ്റിനകത്തും കള്ളവണ്ടി കയറി പോയി എന്ന് പറഞ്ഞിട്ടേ ക്ലീഷ് അടിക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ അങ്ങനെ ഞാൻ ബോംബെ ചെന്ന് ആകെപ്പാടെ അങ്ങ് പട്ടിണിയായി പോനെ. അയ്യോ, പിന്നെ അങ്ങനെ തെരുവോരത്ത് ഞാൻ പട്ടിണി പിടിച്ച് ശരീരത്ത് ബ്ലഡ് ഇല്ലാതെ ഇരിക്കുന്ന സമയത്ത് ബെൻസിൽ ഒരാൾ വന്നങ്ങ് നിന്നു. അത്രയ്ക്ക് ഉണക്കാളാ? എന്തുവാ പെൻസിൽ പോലെ ഒരാൾ വന്നു? ബെൻസിൽ പോലെന്നല്ല, പിന്നെ ഒരു ബെൻസ് എന്റെ മുന്നേ വന്നങ്ങ് നിർത്തി. അതിനകത്ത് ഒരാൾ പുറത്തോട്ടിറങ്ങിയത് ആരാന്നറിയാമോ? ആരാ? അംബാനി. ഓ, കള്ളായി. അംബാനി കള്ളനൊന്നുമല്ല. അംബാനി കള്ളനെന്നല്ല പറഞ്ഞത്, അച്ഛൻ കള്ളം പറയുന്നു. അല്ല, ഞാൻ കള്ളം പറയുന്നില്ല. സത്യമായിട്ട് 30 കൊല്ലം കൊണ്ട് ഞാൻ പറഞ്ഞുണ്ടാക്കി വെച്ച സാധനം ഇവിടെ വന്ന് അടിക്കാൻ വേണ്ടി കള്ളമല്ല. അംബാനി ഇറങ്ങി വന്നിട്ട് ഇരിക്കുക, അരേ ഭയ്യാന്ന്. അയ്യോ, ഒട്ടും വയ്യെങ്കിൽ എടുത്തോണ്ട് ആശുപത്രി പോകത്തുണ്ട്. അല്ല, വയ്യാന്ന് പറഞ്ഞു. അരേ ഭയ്യ, വേഗത്തോട് ബഹുമാനത്തോട് വിളിച്ചിട്ട് ഈ ബ്രെഡ് തിന്നു പറഞ്ഞിട്ട് ഒരു ബ്രെഡ് എന്റെ നേർക്ക് നീട്ടി. എന്നിട്ട് നല്ല രുചിയുള്ള ബ്രെഡ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പിറ്റോസി എന്റെ വീട്ടിൽ വന്നാൽ മതി എന്ന്. ഞാൻ നേരെ വെളുത്ത അംബാനിയുടെ വീട്ടിൽ ചെന്നടാ. അവിടെ ഒരാൾ ചെടിക്ക് വെള്ളം നിറച്ചോണ്ടിരിക്കുന്നു. ഞാൻ കേട്ടെ ഹേ ഹേ എന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി, അതാരാ? അംബാനി. അങ്ങനെ എന്നോട് ചോദിച്ചാൽ എന്താ വേണമെന്ന് ഞാൻ ചോദിച്ചടാ. അച്ഛൻ കുറെ പൈസ ചോദിച്ചാണ്? ഇല്ല. അച്ഛൻ ജോലി ചോദിച്ചാണ്? ഇല്ല. പിന്നെ എന്തോ ചോദിച്ചു? ഇന്നലെ തന്ന ബ്രെഡിന്റെ ബാക്കി ഇട്ടു. അംബാനിയുടെ വീട്ടിൽ ചെന്നിന്റെ വെക്കിന്റെ ബാക്കി ചോദിച്ചേക്കണ്. പൈസ വല്ലതും ചോദിച്ചുകൂടായിരുന്ന? പൈസ ചോദിക്കാൻ പോകുമ്പോൾ ദിനകരന്റെ അഭിമാനം സമ്മതിക്കത്തില്ല അംബാനിയോട് പൈസ ചോദിക്കാൻ. എന്നിട്ട് ഞാൻ തെരുവിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ. എന്നിട്ട് അങ്ങോട്ട് തെണ്ടൽ ആരംഭിച്ചു. ഞാൻ പിന്നെ പിടിച്ചുപറി ആരംഭിച്ചു. അടി പിടി. അങ്ങനെ ഞാൻ അവിടുത്തെ ഏറ്റവും വലിയ ഗുണ്ടയായി. നല്ല അഭിമാനി. അങ്ങനെ ബോംബെ ഞാൻ ദിനകരൻ തന്നെ അറിയപ്പെടുന്നത്. പിന്നെ ദിനകർജി എന്ന് പറഞ്ഞ ബോംബെ കിടുകിടാന്ന് പറക്കുമായിരുന്നു. അങ്ങനെ പറക്കുമായിരുന്നു? അത്രയ്ക്ക് വലിയ ഗുണ്ടയായിരുന്നു ഞാൻ. പിന്നെ ഞാൻ ഈ 10-30 കൊല്ലം കഴിഞ്ഞ് പോയില്ലേ. എന്നിട്ട് നിന്റെ അമ്മയുടെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിന്റെ അമ്മയുടെ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അച്ഛാ, പണ്ട് ഇതുപോലൊരു വൃത്തികെട്ട ചേഷ്ട കുഞ്ഞമ്മയടുത്ത് കാണിച്ചോണ്ടാണ് അമ്മ തുടുപ്പിനടിച്ചിട്ട് അച്ഛനെ ഓട്ടിച്ചത്. അവിടെ ഞാൻ അറിഞ്ഞോണ്ട് കാണിച്ചത്, ഇത് അറിയാതെ കാണിച്ചത്. ഇതെങ്ങനെ വെച്ചാ പറ്റിയത്? ഇത് കാണിച്ചത് ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട് പോലെ. ഇതിന് കഥ? ഞാൻ അവിടുത്തെ വലിയ ഗുണ്ടയല്ലായിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ വലിയൊരു ഗുണ്ടയെ വെട്ടി. അയ്യോ, അവന്മാർ തീരുമാനിച്ചു എന്നെ അടുത്ത പെരുന്നാളിൽ വെട്ടാൻ. ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ വന്നിട്ട് എന്റെ ഈ ഞരമ്പ് നോക്കി വെട്ടി. അയ്യോ, എന്നിട്ട് അമ്മ ഓടിക്കളഞ്ഞു. ഞാൻ നോക്കണ്ട വീണക്കമ്പി പൊട്ടിത്തെറിക്കുന്ന പോലെ ക്രിങ്ങെന്ന് പറഞ്ഞ് ഈ ഞരമ്പ് അങ്ങ് പോയടാ. സൗണ്ട് കേട്ടോ? പിന്നെ ഞാൻ വെറുതെ വിടുവോ? ഞാൻ ഈ ഞരമ്പല്ലാടെ കയ്യെ ചുറ്റി പിടിച്ചോട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ എന്താ പറഞ്ഞറിയോ? 10 മിനിറ്റ് കഴിഞ്ഞാൽ ദിനകരജി ചത്തുപോയെന്ന്. ഞാൻ ബുദ്ധിമാനാ. ഞാൻ ആ ഞരമ്പിന്റെ തുമ്പിന്റെ വളച്ചു പിടിച്ച് റബ്ബർ ബാൻഡ് ഇട്ടാ പോയത്. എന്നിട്ട് ചീറ്റായിരിക്കും. ഡോക്ടർ ചോദിച്ചു ഇത് എങ്ങനെ സർജറി ചെയ്ത് കയറ്റുമെന്ന്. അപ്പോഴൊരു ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞു? ഫ്രൂട്ടിയുടെ സ്ട്രോ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഞരമ്പിനകത്ത് അങ്ങോട്ട് ചെയ്ത് കയറ്റിട്ടെ 2 കെട്ട് കെട്ടിട്ട് വിട്ടാൽ മതി. അങ്ങനെ ഡോക്ടർ സെറ്റ് ചെയ്ത് വിട്ട സംഭവം. അങ്ങനെ എന്റെ ശരീരത്തിൽ ബ്ലഡ് തീർന്നു കഴിഞ്ഞാൽ എനിക്കറിയാം. എങ്ങനെ അറിയാം? ശബ്ദം തീരുമ്പോ കേൾക്കണ സൗണ്ട്. അങ്ങനെ ആവുമ്പോ ഞാൻ പോയി ചോര കുടിച്ചോണ്ടിരിക്കും. നമ്മളത് കുടിച്ചോണ്ടിരിക്കുകയാണല്ലോ. അച്ഛൻ അറിയാ, പണ്ട് അച്ഛൻ നമ്മളെ മേടിച്ചിട്ട് പോയില്ലേ? ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ എന്റെ അമ്മ കണ്ട വീടുകളിൽ അടുക്കള പണിക്ക് പോകും. അമ്മ കൊണ്ടുവരുന്ന ആഹാരപ്പൊതിയിലോട്ട് ഞാൻ ഇങ്ങനെ ആർത്തിയോടെ നോക്കിയിരിക്കുമായിരുന്നു. അതൊരു കാലം. നിനക്കപ്പോ ബാങ്കിന്റെ തലപ്പത്തല്ല ജോലി, പിന്നെ കൊച്ചിൻ സംഘമിത്രയിലാണ്. ഡയലോഗ് വെച്ച് കീച്ചു നിന്ന് ഞാൻ ഒരു ഫ്ലോയിനെ വെറുതെ പറഞ്ഞതാണ്. പിന്നെ പറയാ, ഈ കണ്ട പെണ്ണെങ്ങനെ ഉണ്ടാ?
അച്ഛാ ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ. ഒരു കാര്യം കൂട്ടുകാരന്മാർ സംസാരിക്കണ പോലെ എന്തോ അച്ഛാ ഇത് ഇങ്ങനെയാണ് സംസാരിക്കാനുള്ളത്. കേട്ടോ എനിക്ക് വന്നു വന്ന ഒരു അസുഖമാണ് ഇത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു ഞാനും അടി കിട്ടിയാന്ന് പറഞ്ഞില്ലയോ. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ വരുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം, പെണ്ണിന്റെ അമ്മയെ വിളിക്കട്ടെ, പരിചയപ്പെടുത്തി തരാം. പിന്നെ വിളിക്കാം. അമ്മ വാമ്മ. അല്ല തങ്കക്കുടം പോലൊരു പെണ്ണിനെയാണ് കല്യാണം നശിപ്പിച്ച് കളയല്ലേ. അമ്മ അച്ഛൻ അച്ഛ അമ്മ അല്ല അച്ഛ അമ്മ എന്ന് നിങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചോണ്ടിരിക്കേ ഞാൻ വീഡിയോഗ്രാഫറെ ഫോട്ടോഗ്രാഫറെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഇങ്ങനെയാണ് ഞാൻ തൊഴണമെന്ന് പറഞ്ഞു. എന്താണ് പേര്? സർള. ഈ ബോംബെയിൽ ഇതൊരു സ്ഥലമുണ്ടല്ലോ. അത് കുർള. ഞാൻ അറിഞ്ഞില്ല. എന്റെ പേര് ദിനകരൻ. ബോംബെ ദിനകർജി എന്നറിയപ്പെടും. ഓ ഒരു അച്ഛനെന്ന നിലയ്ക്ക് 10-30 കൊല്ലത്തിന് മുമ്പ് ഞാൻ ചാടിപ്പോയാന്നല്ലോ. ഇനിയിപ്പോ ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ കൂടി വന്നത്. അപ്പൊ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചത്. കുടുംബത്താരൊക്കെ ഉണ്ട്? കുടുംബത്ത് ഇപ്പൊ അങ്ങനെ പറയാനാണെങ്കിൽ കുടുംബക്കാരെല്ലാരും ഉണ്ട്. പിന്നെ ഇന്നിപ്പോ മോള് കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ഞാൻ ഒറ്റ ചേട്ടൻ പോയിട്ട് 10-15 കൊല്ലം സഹിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കാൻ പാടില്ല. സർലക്കുട്ടി, ഭർത്താവ് പോയിട്ട് 10-15 കൊല്ലം കഴിഞ്ഞല്ലോ. പിന്നീടുള്ള ജീവിതങ്ങളൊക്കെ പിന്നീടേ 10-15 കൊല്ലം അല്ല ചേട്ടൻ പോയിട്ട് പുള്ളിക്കാരൻ മരിച്ചു പോയെന്ന് പറഞ്ഞിട്ടെ ഈ മോളും നിങ്ങളും തമ്മിലുള്ള ജീവിത കാര്യങ്ങളൊക്കെ അങ്ങനെ അല്ല ഈ ഭർത്താവ് മരിച്ചു പോയിട്ട് മുന്നേ ഒറ്റയ്ക്കായിരുന്നു. കുറേ നാളായിട്ട് ഒറ്റയ്ക്കായിരുന്നല്ലോ. അതിന് പിന്നീട് എങ്ങനെയായിരുന്നു ഇതൊക്കെ? കാണിച്ചാൽ ഇതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നതായി എന്നെ നോക്കിട്ട് ഒരിത് കാണിച്ചോ നിന്നോട് പറയാൻ പറ്റുമോ? സത്യം പറ എന്തോന്ന് ഞാൻ ചോദിച്ചു മോനെ, ഭർത്താവ് മരിച്ചു പോയ 15 കൊല്ലമായി ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള ജീവിതം എങ്ങനാന്ന് ഞാൻ ചോദിച്ചാൽ അത്രേ ഉള്ളൂ. എങ്ങനെ അങ്ങനെ കാണിച്ചാ ഞാൻ അച്ഛൻ പറഞ്ഞില്ലേ പിന്നെ അതിന് വെട്ട് കിട്ടിയപ്പോ മറ്റേ അച്ഛൻ അതാ അമ്മയെടുത്ത് ഞാൻ പറയാം. അതെന്താന്നറിയാം അമ്മ, അച്ഛന് അടി കിട്ടിയ എന്റെ പ്രശ്നമാണത്. ഇതൊരു അസുഖമാണ് അമ്മ. അല്ലമ്മ ഇത് ഞരമ്പിന്റെ ആണ്. ഞാൻ ഈ ബോംബെ വെച്ചിട്ട് ഇത് വെട്ട് കിട്ടിയ ഒരു കഥയുണ്ട്. ഇവരോട് പറഞ്ഞു ഒന്നും അടിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറയാ, എന്നോട് ഇയാൾ ഇവക്ക് കാട്ടായം കാണിച്ച് ഇനി ആ കുടുംബത്തോട്ട് വന്ന് എന്റെ മോളോട് ഭഗവാനെ എന്തൊക്കെയായിരിക്കും കാണിച്ചിട്ടുള്ള. ഈ കല്യാണം നടത്താൻ ഈ അമ്മക്ക് ഇഷ്ടമല്ല. ഈ കല്യാണം നടത്തൂല. അമ്മായി കുഞ്ഞമ്മേ വാ. പിന്നെ ഇവിടെ ഇരിക്കുന്ന സദ്യ സാമ്പാർ പുളിശ്ശേരി വേണമെങ്കിൽ കൊണ്ടോക്കോ. അത് വലിച്ചു പോകും. പായസം ഞാൻ ചൂടാക്കി തന്നോളാം. 2 ആഴ്ചത്തേക്കുള്ള ചോറ് ഞാൻ തിളപ്പിച്ചെടുക്കുന്നോ. എല്ലാവർക്കും ഇവിടെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂല. എനിക്ക് അറിയാതെ വന്നു പോയതാ. ഒന്നും കൂടെ കാണീരച്ച അങ്ങനെ ഇപ്പൊ നോക്കിക്കോളണേ. അങ്ങനെ വരത്തില്ല. അത് ഇടയ്ക്കിടയ്ക്ക് വരുത്തണം. പെണ്ണുങ്ങളെ കാണുമ്പോ മാത്രമേ ഇത് വരുള്ളൂ. അതല്ല ഇതമ്മ വരും വരും വരും. ഒന്ന് വരുത്തച്ചാ. പെട്ടെന്ന് വരുത്താൻ വേണ്ടി ആംബുലൻസ് ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കൂല. ഇങ്ങനത്തെ ഒരു ആറിയ തന്നുള്ള കുടുംബത്തോട്ട് എന്റെ പെങ്കൊച്ചിനെ ഞാൻ കെട്ടിച്ച് വിടൂല. എന്റെ വായിന്നുള്ള പുളിച്ചോരൊക്കെ കാരണവരെ പറഞ്ഞേക്കാന്നെ. കാല് പിടിക്കാൻ എന്റെ മോന്റെ കല്യാണം എന്റെ കാലും കയ്യൊന്നും ഒരാളും പിടിക്കാൻ നിൽക്കണ്ട. ഒരു ഡിമാൻഡ് ഉണ്ട്. എന്തോന്ന്? ഈ കെട്ട് കഴിഞ്ഞ ഉടനെ ഈ തന്തേനെ അടുത്ത ട്രെയിനിൽ ബോംബ് കയറ്റി വിട്ടോളാം. അത്രയല്ലേ ഉള്ളൂ. ഇയാളെ കുടുംബത്തുണ്ടെങ്കിൽ എന്റെ മോളവിടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല. അച്ഛന്റെ മോന്റെ കെട്ട് കാണുമെന്ന് അച്ഛൻ ആഗ്രഹമില്ലേ? ഈ ഓഡിറ്റോറിയത്തിന്റെ ദൂരം അങ്ങറ്റത്ത് വെളിയിൽ നിന്ന് കണ്ടിട്ട് പൊക്കോളണം. ദൂരെ നിന്നും അടുത്ത് നിന്നും അച്ഛൻ നിന്റെ കല്യാണം കാണുന്നില്ല. ഈ അച്ഛന്റെ ഒരു അസുഖം കാരണം നിന്റെ കല്യാണം മുടങ്ങി പോകണ്ട. ഞാൻ അങ്ങോട്ട് പോവാ. അതിനുമ്പേ കരളെ സാറേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അങ്ങ് പോയേക്കാം. സർല പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് കൊച്ചങ്ങ് പോയി കഴിയുമ്പം സർല ഒറ്റയ്ക്കാവുന്നു. വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു വരട്ടെ ഒറ്റയ്ക്കാവെന്ന് പറഞ്ഞത്. എന്റെ പൊന്നുപോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ. പിന്നെ നിങ്ങൾ വിഷമിക്കണ്ടെന്നാ പറഞ്ഞത്. അങ്ങനെയാണ് അച്ഛൻ ഒറ്റയ്ക്കാവൂലല്ലോ എന്ന് പറഞ്ഞത്. മനസ്സിലായോ? താലി കെട്ടണം. താലി കെട്ടോ കെട്ടോ സമ്മതമില്ലയോ? കെട്ടിക്കോ. പിന്നെ വന്നടാ ബിജു, മനോജ് ആൻഡ് ദീപ്തി നല്ല കിടിലൻ കല്യാണമായിരുന്നു. അടിപൊളി കല്യാണം.
നമുക്ക് കമന്റ്സിലോട്ട് പോയാലോ? നമുക്ക് പ്രചോദനം തന്നെ തുടങ്ങാം. പ്രചോദ ഓക്കെ, കല്യാണം പൊളിച്ചു കേട്ടോ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് സ്ക്രിപ്റ്റ് ബേസ് അല്ല ഞാൻ പറയാം, നിങ്ങളുടെ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ 3 പേര് മത്സരിച്ച് അഭിനയിച്ചൊരു സ്ക്രിപ്റ്റാണ്, അടിപൊളിയാണ്. ദീപ്തി, ഇതിനകത്ത് ദീപ്തി അല്ലാതെ വേറൊരു കാസ്റ്റിംഗ് പറ്റില്ല കേട്ടോ, ദീപ്തി തന്നെ ഇത് പറ്റുള്ളൂ എന്ന് അടിപൊളിയായിട്ട് പറയാണ്. കാരണം തുടക്കം മുതൽ ദീപ്തിയുടെ ഒരു വിളയാട്ടോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. കാരണം ചെറിയ മാനറിസം പോലും നല്ല രസമുള്ള കുറേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ ദീപ്തിയുടെ ആക്ഷൻസ് ഭയങ്കര രസമായിരുന്നു, അതിനെല്ലാം ചിരി കിട്ടിയെന്നുള്ളതാണ്. പിന്നെ മനോജിൻ്റെ എൻട്രി, മനോജ് വളരെ രസകരമായിട്ട് വന്ന അംബാനിയുടെ കഥകളൊക്കെ പൊളിയായിരുന്നു. പിന്നെ എൻ്റെ പൊന്നു മനോജ് ഒരു ചെറിയ സാധനത്തെ പിടിച്ച് നിങ്ങളുടെ 3 പേരുടെയും പ്ലേ ഇങ്ങനെയുള്ള പിന്നെ ദീപ്തി വന്ന് അതുമായിട്ടുള്ളൊരു പ്ലേ പരിപാടികൾ. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി കല്യാണത്തിൻ്റെ വേറെ അതിലേക്ക് കടക്കുമായിരുന്നു. നിങ്ങളുടെ തന്നെ കല്യാണ സ്കിറ്റ് ഒരെണ്ണം കഴിഞ്ഞതാണ്, കല്യാണത്തിൻ്റെ ഒരു പരിപാടി. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി വീണ്ടും അതിലേക്കാണോ വരുന്നത്. പക്ഷേ ആ മാറ്റർ അല്ലാതെ നിങ്ങളുടെ കുടുംബ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ വിശേഷങ്ങളും അങ്ങനെയുള്ള കാര്യത്തിലേക്ക് വന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനം സ്കിറ്റ് കൊണ്ടുപോകാന്നുള്ളതാണ്. 3 പേരും ഗംഭീരമായിട്ട് കളിച്ചു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. ബിജുകുട്ടാ, മനോജ് വീട്ടിലേക്ക് എങ്ങനെ എന്നിട്ട് ഇത്രയും ഗംഭീരമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഈ റിപ്പീറ്റ് കോമഡി എന്ന് പറഞ്ഞത് നമ്മൾ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ പറ്റില്ല, അത് ബോറായി പോകും. നമുക്ക് ചിലപ്പോൾ അത് അതിൻ്റെതായ സ്ഥാനത്തടിച്ചില്ലെങ്കിൽ അത് കുളമായി പോകും. പക്ഷെ നിങ്ങൾ ആ സാധനം, ഈ സാധനം ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ചിരിക്കാൻ നമ്മൾ തയ്യാറായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. പിന്നെ നിങ്ങൾ 3 പേരും കിടിലനായിട്ട് പ്രകടനം കാഴ്ചവെച്ചു. കാരണം അമ്മായിമ്മയായിട്ടും വേറൊരു സ്കിറ്റിൽ മണവാട്ടിയായിട്ടും വന്നു. ഇത് രണ്ടായിട്ട് തന്നെ ദീപിക്ക് ചെയ്യാൻ പറ്റിയേട്ടാ. ലാസ്റ്റുള്ള ഡയലോഗ് പഞ്ച് ഭയങ്കര രസമായിരുന്നു. ഒരെണ്ണം പോലും അത് നമുക്ക് ലെജിബിൾ ആവാത്ത രീതിയിലല്ലായിരുന്നു, നല്ലതായിട്ട് നമുക്ക് മനസ്സിലായി. അത് ഭയങ്കര സ്പീഡ് ഉണ്ടായിരുന്നു, അതിനൊക്കെയാണ് നമുക്ക് സമ്മതിച്ചു തരേണ്ടത്. പിന്നെ ഈ പറഞ്ഞുവിട്ട് ആദ്യത്തിൻ്റെ കറിച്ച് ഓക്കെ, പുള്ളിക്കാരൻ വന്നിട്ട് പുള്ളിയുടെ സ്വയം പൊക്കലുണ്ടല്ലോ, അതിൽ കുറച്ച് നർമ്മം ഇത് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കുറവായിരുന്നോ എന്ന് മാത്രം എനിക്കൊരു ഡൗട്ടുള്ളൂ. അതെൻ്റെ മാത്രം ഒരു ഡൗട്ടാണ്. അതൊന്നും ഇവിടെ പ്രശ്നമല്ല, അതൊരു മൈനസ് പോയിൻ്റായിട്ട് കാണണ്ട. 3 പേരും അടിച്ച് പൊളിച്ച് അടിപൊളി, സൂപ്പർ. നല്ല സ്കിറ്റായിരുന്നു. ഒരു 3 പേര് ചേർന്ന് ഒരു 3000 പേര് കൂടി ഒരു കല്യാണം കാണാൻ പറ്റുന്നുള്ളതാണ്. അതിന് പ്രധാന കാരണക്കാരി ദീപ്തിയാണ്. ദീപ്തിക്കൊരു ഗംഭീര കയ്യടിയുണ്ട്. ആദ്യം വന്നപ്പോൾ മുതൽ അവിടെ ഇവിടെ എല്ലാം കുറേ പേരുണ്ടെന്ന് നമുക്കങ്ങോട്ട് ഫീൽ ചെയ്യാണ് ദീപ്തി. അതൊരു ചെറിയ കാര്യമല്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ബിജുവിനെ കുറിച്ചാണ്. ബിജു ഈ പറഞ്ഞതുപോലെ ബിജു ആരായിട്ടാണോ വരുന്നത് ആ ആളായിട്ടാണ് നമ്മൾ ബിജുവിനെ ഇവിടെ കാണുന്നത്. അതൊരു ഞാൻ ഇതിനു മുൻപ് ഞാൻ ബിജുവിനോട് പറഞ്ഞിട്ടുണ്ട്, വലിയൊരു അനുഗ്രഹമാണ് ഒരു ആക്ടറെ സംബന്ധിച്ച്. അമ്മാവനാണെങ്കിൽ അമ്മാവൻ, കൂട്ടുകാരനെങ്കിൽ കൂട്ടുകാരൻ, ഇപ്പോഴത്തെ മണവാളനെങ്കിൽ മണവാളൻ. ആ ഡ്രസ്സ് ഇട്ട് വന്നപ്പോൾ കറക്റ്റ് മണവാളൻ. അത് ഫസ്റ്റ് വന്ന് ആ കാലെ പിടിച്ച് ആ മറ്റേ പാദസരം അടിച്ചപ്പോൾ മുതൽ ഇയാളുടെ സ്വഭാവം നമുക്ക് മനസ്സിലായില്ലേ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ നാട് വിട്ടു പോയി എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് വരുന്നതാണത് അച്ഛൻ ബോംബെന്ന്. അല്ല ഇത് നോക്കിയ ഈ അച്ഛനും മോനെ ഒന്ന് നോക്കിയൊന്ന്, അത് കറക്റ്റാണ്. അച്ഛൻ്റെ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് 2 പേരുടെയും പെർഫോമൻസിൽ. പിന്നെ മനോജ് വന്നിട്ട് ഞാൻ പിടിവിട്ടു പോയത് അഞ്ഞാരമ്പ് ഞാൻ അറ്റത്തേക്കൊരു റബ്ബർ ബാൻഡ് ഇട്ടോണ്ടാ പോയത്. പിന്നെ മറ്റേ ഫ്രൂട്ടിയുടെ സ്ട്രോ ഇട്ടും കൊടുത്താൽ മതി. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്ത് ബ്ലഡ് തീരുമ്പോൾ എനിക്കറിയാം ഗുളുകുളാന്ന് ഫ്രൂട്ടി. അതൊക്കെ ഒരു ഒബ്സർവേഷനാണ് മനോജ്. അതൊക്കെ നിങ്ങളുടെ ഈ ടീമിനെ കുറിച്ച് പറയേണ്ടത്. നിങ്ങൾ 3 പേരോടുള്ളൊരു കോമ്പിനേഷൻ തന്നെ അതിഗംഭീര കോമ്പിനേഷൻ. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി ഇത് ഈ സ്കിറ്റ് എങ്ങോട്ട് കൊണ്ടുപോയി ഇവർ, കഥ നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മനോജിൻ്റെ ആ സാധനം വരുന്നത്. പിന്നെ അത് പിടിച്ചൊരു പോക്കായിരുന്നു. അത് കറക്റ്റാണ്. ഇത് വേണമെന്ന് വെച്ചാൽ ഈ സാധനം വരില്ല. പലർക്കും ഇങ്ങനൊരു സംഭവം ഉണ്ട്. പക്ഷെ നമ്മൾ വേണമെന്ന് വെച്ചാൽ ഇത് വരില്ല. അത് സമയത്തല്ലേടാ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കളി. അതിൻ്റെ ക്ലൈമാക്സിനുകൾ അത് കഴിഞ്ഞ് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ ഒരു ഓട്ടം. അത് തന്നെയല്ല, ഞങ്ങൾ ഇങ്ങനെ ആളെ പരിചയപ്പെട്ടു. അമേരിക്ക പരിപാടിക്ക് പോയപ്പോഴേ ഒരു ഡീസൻറ്റ് മനുഷ്യനാണ്. ഞാൻ ഷാന വർത്തമാനം പറഞ്ഞപ്പോൾ ഇയാളിങ്ങനെ വന്നു. ഇയാളിങ്ങനെ സിഗരറ്റ് ചുണ്ട വെച്ച് പരിപാടിയൊക്കെ കാണാറുണ്ട്, നല്ല അടിപൊളി പരിപാടി. നമ്മൾ ഈ ലൈറ്റർ ഓണാക്കി പരിപാടിയൊക്കെ കാണാറുണ്ട്. ഈ ലൈറ്റ് സ്പാർക്ക് വരുമ്പോൾ പുള്ളി കാറും. അത് ആ സമയത്തേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഡീസൻ്റ് ആയിട്ട് അപ്പം മറ്റേ പരിപാടി കൊള്ളായിരുന്നു. പിന്നെ ഈ ലൈറ്റർ ഓൺ, ഇയാളെ തീ സിഗരറ്റ് കത്തിക്കാണെങ്കിൽ ലൈറ്റർ ഓണാക്കും. പക്ഷെ തീ പേടിയാ പുള്ളി, പേടിയാ സിഗരറ്റ് കത്തി ഭയങ്കര സ്മാർട്ട്. നന്നായിരുന്നു. പറ്റും അബലച്ചനോട്ട് 1982 എനിക്ക് പരിചയപ്പെട്ടു. അപ്പൊ അതൊക്കെ പറഞ്ഞപ്പോഴേ ഓർത്ത് അതൊക്കെ കണക്ട് ആയി. ഒരുപാട് നല്ല സ്കിറ്റായിരുന്നു. അടിപൊളിയായിട്ട് നിങ്ങൾ 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. ഇതിലും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത തവണ പറഞ്ഞു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് മാർക്സിലോട്ട് പോയാലോ? പ്രചോദനം. ഓക്കെ, ഞാൻ
ഒരു 15 മാർക്ക്. 15 മാർക്ക്. ഞാൻ നിങ്ങൾക്കൊരു 13 മാർക്ക് തരും. ഓക്കെ, നീ അടുത്തത്. ഞാൻ തൊടുത്തു വിട്ടു. ദാ. 65,000 രൂപ നല്ല ഗംഭീര മാർക്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് നിങ്ങൾ എടുക്കുന്ന ഹാർഡ് വർക്കിനുള്ളതാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മനോജ്, ദീപ്തി, ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? അല്ല, നമ്മളോട് എന്തെങ്കിലും പറയാനുള്ള ഇനി? അത് പറഞ്ഞാൽ എല്ലാവർക്കും സുഖമില്ലാതിരിക്കുകയാണ്, എല്ലാ ആർട്ടിസ്റ്റും വയ്യാതിരിക്കുകയും അതിനിടയ്ക്കാണ് നമ്മൾ ഇതെല്ലാം സെറ്റ് ചെയ്തത്. അല്ല, മനോജിന്റെ സൗണ്ടിൽ നല്ല വ്യത്യാസമുണ്ട്. ഉറക്കെ പറയുമ്പോൾ എനിക്ക് ചുമ വരും, അത് ഡ്രൈ ആവും. ചൂട് കാറ്റാണ് വായുന്നത്. അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് മുമ്പേ ബിജുബ്രൈസ് മേലെ വീഴുകയും ചെയ്തു. നല്ല വീഴ്ചയാണ്, തലയടിച്ച് ദൈവമേ, കുഴപ്പമൊന്നുമില്ല. വീണ് തല ബാക്ക് സൈഡ് നട്ടല് കൈ സ്ലോപ്പിലിങ്ങനെ വരും. നമ്മൾ ആ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാം കൊണ്ട് ഒരു വിഷമം ഉള്ളിലൊക്കെ ഒതുക്കിക്കണം നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീനുവിന്റെ സൗണ്ട് പോയി, ശ്രീനൊരു സ്കിറ്റ് കളിക്കാൻ പറ്റാതായി പോയി. 3 പേരുടെ ആരോഗ്യമൊക്കെ എല്ലാം പഴയതുപോലെ തന്നെ മനോഹരമായിട്ടൊക്കെ വരട്ടെ, സന്തോഷമായിട്ട് വരട്ടെ. ബിജു, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകണമെങ്കിൽ നമ്മുടെ പ്രൊഡക്ഷന് പറഞ്ഞിട്ടൊന്ന് പോകണം കേട്ടോ. അപ്പൊ ഗംഭീരമായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇതിലും പൊട്ടിച്ചിലായിട്ട് അടിപൊളിയായിട്ട് വരണം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നല്ല ഗംഭീര കൈഡി കൊടുക്കാം ബിജു, മനോജ് ആൻഡ് ദീപ്തി. പ്രചോദേ, ബിജുക്കുട്ട, വൈറൽ സ്കിറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉഗ്രൻ ടീമാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. തന്നെയല്ല ഷാജോനെ, നമ്മുടെ ഈ ഫ്ലോറിൽ നിന്ന് ഉദയം കൊണ്ട 2 പേരുണ്ട്. അല്ലേ? അതെ അതെ. ഒന്ന് ശ്രീജു ആൻഡ് സൂര്യശ്രീ ആൻഡ് കൊച്ചു പ്രദീപ്. നല്ലൊരു കൈയടി. ഈ കുരങ്ങന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കണേ. കെട്ടിപ്പിടിക്കാൻ പെമ്പിള്ളര്, ഉമ്മ വയ്ക്കാൻ പെമ്പിള്ളര്, മടി കിടക്കാൻ പെമ്പിള്ളര്. ഇവിടെ വരുത്തായി 40 കഴിഞ്ഞ് പെണ്ണ് പോലും കെട്ടിയിട്ടില്ല. കാരണം രാഗം തൂക്കിയിട്ടോണ്ട് ഇടക്കിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ജന്മമെങ്കിലും ഈ സഫാരി പാർക്കിലെ കുരങ്ങനായിട്ട് ജനിക്കണം. എന്നിട്ട് വേണം എനിക്കൊരു വിലസായി. ഹലോ ഹലോ, നീ എവിടാ? അളിയാ, ഞാൻ പാർക്കില്. ഇന്നൊരു മലയാളി ഫാമിലി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ അവരെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഗൈഡായിട്ട് എന്നെ ഇവിടെ നിട്ടേക്കുന്നത്. എന്താ വിളിച്ചത്? ഏതോ ഒരു മലയാളി ടീംസ് പുലിയുടെ അടുത്ത് വന്ന് റീല് ചെയ്യണോന്ന് പറഞ്ഞ് പുലി മാന്തി അവിടെ വെച്ചേക്കണം. നീ അങ്ങോട്ട് ഡീൽ ചെയ്യുവോ? പുലി മാന്തി അർദ്ധനാരിയാക്കി അവിടെ വെച്ചേക്കുന്നു. ഒന്നും ചെന്ന് ഡീൽ ചെയ്യുവോ? ആരാ ഇതൊക്കെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്? ഇപ്പൊ അവനെങ്ങാനും ഇപ്പോഴെങ്ങാനും വരും. പെണ്ണില പൊട്ടുതൊട്ട പെൺകിടാവ് എന്നെ നീ തേടി വന്നതെന്തിനാണ്? അങ്ങനെ നമ്മൾ ബാങ്കോക്കിൽ എത്തി ചേട്ടാ. ഞാൻ എന്തൊരു ഭാഗ്യവതിയാ. ചേട്ടനെ കല്യാണം കഴിച്ചത് കൊണ്ട് ഞാനിപ്പോ എത്ര നാട് കണ്ടെന്നറിയോ? എല്ലാം ഓക്കെ, നീ ഭാഗ്യവതിയാണ്. നമ്മൾ ഒരുപാട് നാട്ടിൽ പോയി. പക്ഷേ നീ ഇന്നേ വരെ സന്ദർശിക്കാത്തൊരു സ്ഥലമുണ്ട്. അയ്യോ, എനിക്ക് അതും കൂടി ഒന്ന് കാണണം. അതേതാ അത്? നമ്മുടെ വീട്ടിലെ അടുക്കള. ഇതേപോലെ അമ്മേനെ ഇട്ട് കഷ്ടപ്പെടുത്താനായിട്ട് ഒരുക്കി കിട്ടി അമ്മനെ നടക്കുക. മിണ്ടത്തില്ല, ഞാൻ എപ്പോഴും എന്നെ അങ്ങ് കുറ്റപ്പെടുത്തല അങ്ങോട്ട്. അയ്യോ എന്റെ പൊന്നു പെണങ്ങല്ലേ, ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. ഇതാണോ തമാശ? തമാശ പറയുന്നവർക്കല്ല, അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവണം. അതാ തമാശ. പിന്നെ നിന്നെ ഞാനിപ്പോ ഇവിടെ തമാശ പറഞ്ഞ് സൂചിപ്പിച്ചിട്ട് നീ എനിക്ക് ഗോൾഡൻ ബെഞ്ച് വരാൻ പോവല്ലേ? അല്ലേലും എപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ ഞാൻ തിരിച്ചു പോവാ, ഞാൻ പോവാ. ഉടക്കി ഇതാണ് ഈ പെണ്ണും പിള്ളമാരുടെ കുഴപ്പം. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ വട്ടം കയറി കൊടുക്കും. വെറുതെ അല്ലാതെ ഇംഗ്ലീഷുകാരൊക്കെ നിന്നെ വൈഫ് എന്ന് വിളിക്കണത്. വൈഫിന്റെ ഫുൾ ഫോം നിനക്കറിയാമോ? എനിക്കറിയത്തൊന്നുമില്ല. അറിയില്ല? ഇല്ല. വിത്തൗട്ട് ഇൻഫർമേഷൻ ഫൈറ്റ് എവരി ടൈം. ഒരു കാര്യം എപ്പോഴും വന്ന് തലേ കയറുന്നു. അപ്പൊ ഞാൻ വഴക്കാളി അല്ലേ? ഞാൻ വഴക്കാളി. മിണ്ടരുത് നീ. അയ്യോ പൊന്നു, ഞാൻ അങ്ങനെ പറഞ്ഞതാണോ? നോക്ക്, ഇല്ല. നമ്മൾ ഈ കാശൊക്കെ ചെലവാക്കി ഇവിടെ വന്നെന്തിനാ? വഴക്കൂടാനാണോ? അല്ല, നമ്മളെ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതല്ലേ. പൊന്നൂസേ, പൊന്നൂസേ, കുട്ടൂസേ, പൊന്നൂസേ, കുട്ടൂസേ, പൊന്നു, കുട്ടു, എന്റെ പൊന്നൂസ് പറ. പൊന്നൂസിന്റെ ഏതാഗ്രഹവും ഈ ചേട്ടൻ സാധിച്ചു തരും. അങ്ങനെയാണ് ഈ ബാങ്കോക്കിലെ ഇവിടുത്തെ എല്ലാ മൃഗങ്ങളുടെയും കൂടെ എനിക്കൊരു സെൽഫി എടുക്കണം. എടി, നിന്റെ വീട്ടുകാരുടെ കൂടെ നിന്നുള്ളൊരു ഗ്രൂപ്പ് സെൽഫി നമ്മുടെ ആൽബത്തിൽ ഇരിപ്പില്ല, അതുപോലെ. എന്റെ ഫാമിലി അല്ലേ? നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു കൗണ്ടറും പറയാത്തത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം.
ഈ ബാങ്കോക്കിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നോർത്ത് ഇന്ത്യ വഴി നമുക്ക് നാട്ടിലേക്ക് പോവാം. എന്ത് കാര്യത്തിന്? അവിടെയാണ് സിന്ധു ഗംഗ യമുന എല്ലാം ഒഴുകുന്നത്. രമണി, രാധ, അമ്മിണി ഇവരൊക്കെ നമ്മുടെ വീട്ടിൽ കൂടെ നിരങ്ങുന്നത്. നീ തൽക്കാലം ഇപ്പൊ അവരെ കാണും. അത് കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ? അയ്യോ അയ്യോ ഇങ്ങോട്ട് പോന്നു. എന്നാ? അയ്യോ ഒരു ആന മുഴുവനെ പോന്നു ചേട്ടാ. അല്ല ചങ്ങല ഇടാതെ പോന്നെന്ന്. ഏടി ഇവിടെ ആനക്കായാലും ഏത് മൃഗത്തിനായാലും ചങ്ങലയും പൂട്ടിട്ടൊന്നുമില്ല. എല്ലാരും സ്വതന്ത്രമായിട്ട് അങ്ങനെ വിട്ടേക്കുമല്ലേ ചേട്ടാ. എന്ത് രസവും ചേട്ടാ കാണാൻ നോക്കി. അടിപൊളി. അയ്യോ എന്നാലും എത്ര കാശാവും ചേട്ടാ അത് വാങ്ങിക്കാനായിട്ട്? ആനക്കാ ഏടി 1-2 രൂപയുടെ മുതലൊന്നുമല്ല അത്. കോടിക്കണക്കിന് രൂപ കൊടുക്കണം. കോടിക്കണക്കിന് രൂപ അറിയാമോ? കോടിക്കണക്കിന് രൂപയൊക്കെ കൊടുക്കായിരുന്നു. പക്ഷെ ഈ കറുത്ത ആന എനിക്ക് വേണ്ട. എനിക്ക് വെളുത്ത ആന വേണം. വെളുത്ത ആന? നിനക്ക് എന്നാ പറ്റിയ പ്രാന്തോ? ഈ വെളുത്ത ആന കിട്ടുന്ന നാടുണ്ടല്ലോ. എവിടെ? വെള്ളാനകളുടെ നാട്. കാര്യം കൗണ്ടറിന് ക്ഷാമമാണ്. എന്നാലും അങ്ങനെയുള്ള തമാശകൾ പറയണേ അർജുൻ സാറേ. അതെ. അയ്യോ 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 പോലെ ചേട്ടാ ചേട്ടാ പോലെ പോയി. മമ്മി മമ്മി പാടോ ആടോ ആൾക്കാര് കാണൂല. പാടോ. പൊന്നു ചേട്ടാ എന്ത് പണിയാ നിങ്ങൾ ഈ കാണിക്കുന്ന? നിങ്ങൾ ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നമസ്കാരം. മലയാളി ഫാമിലി. അതെ. അതെ. ഞാനാണ് ഗൈഡ്, ഇവിടുത്തെ മാനേജിംഗ് ഡയറക്ടർ. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, മാഡം കുട്ടിയെ വന്നോളൂ. ഹസ്ബൻഡ് വന്നില്ലേ? ഇതാണ് ഹസ്ബൻഡ്. ഏത്? ഇത് വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. അതെ, പുള്ളിക്ക് ചെറിയൊരു കുഴപ്പമുണ്ട്. പണ്ട് പുള്ളിയുടെ പെങ്ങടെ കൊച്ചിനെ 5 വയസ്സിന്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് അംഗൻവാടി കൊണ്ടുപോയായിരുന്നേ. അപ്പൊ ആ സമയത്ത് ഡോക്ടർ വരെ ശകലം വൈകിയത് കൊണ്ട് ആ കൊച്ചിന്റെ കൂടെ കയറി കിടന്ന് അങ്ങ് ഉറങ്ങി. ഡോക്ടർ ഇഞ്ചക്ഷൻ കൊടുത്തായിരുന്നു. അപ്പൊ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഈ 5 വയസ്സുള്ള ബുദ്ധിയായി ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നു. അതെ മോനെ സൂക്ഷിച്ച്. മാഡം പേടിക്കണ്ട, ഇതൊരു അസുഖമല്ലേ. അങ്ങനെ അങ്ങ് പോട്ടെ. എന്തായാലും ഹസ്ബൻഡ് കുട്ടിയായ സ്ഥിതിക്ക് കുട്ടിയുടെ ഹസ്ബൻഡായിട്ട് ഞാനിവിടെ ഉണ്ടല്ലോ എല്ലാ കാര്യം നോക്കാനായിട്ട്. അങ്ങനെയല്ല, ഹസ്ബൻഡിന്റെ സാന്നിധ്യത്തിൽ തന്നെ ഞാൻ ഇവിടെ എല്ലായിടവും കൊണ്ടുവന്ന് കാണിക്കുമെന്ന് പറയായിരുന്നു. അയ്യോ അത് വേണ്ട, ഇതിപ്പോ ശരിയാവും. വരുന്നുണ്ട്, ശരിയായി വരുന്നുണ്ട്. അതെങ്ങനെ മനസ്സിലായി? അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒരു സിഗ്നൽ തരുന്ന നമ്മുടെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഹമ്പ് പോലെ. അങ്ങോട്ട് പോകുമ്പോ ഒരു ഹമ്പ്, ഇങ്ങോട്ട് വരുമ്പോ ഒരു ഹമ്പ്. അതെ. ഗൈഡ് വഴികാട്ടി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? എന്തൊക്കെയാണ് ഇവിടെ കാര്യങ്ങൾ? സാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ല ഇവിടെ ഈ കളികളും മറിച്ചിലും കാര്യങ്ങളൊക്കെ. സാർ ഇവിടെ റൈഡുകൾ കൂടുതലാണ്. ഒരു കുഴപ്പമില്ല, റൈഡിന്റെ വിഷയമല്ല. ഇതെന്റെ ഒറിജിനൽ ഭാര്യയാണ്, ഞാൻ കെട്ടിയതാണ്. അതല്ല, മറ്റേ അഡ്വഞ്ചർ റൈഡുകളില്ലേ, അങ്ങനെ. അതാണ്. ഞാൻ എന്താ ചോദിച്ചെന്നറിയാവോ? ഇന്നെന്റെ 1ാമത്തെ ഡൈവിംഗ് ഡേ ആണ്. കാര്യം നിന്നോണ്ടാ ഞാൻ രഹസ്യമായിട്ട് പറയുന്നത്. എന്താണ്? ഡൈവിംഗ് അല്ല, വെഡിങ് ആനിവേഴ്സറി എന്നൊന്നും പറയാം. അത് മാനവ മര്യാദയ്ക്ക് കല്യാണം കഴിച്ചവർക്ക്. ഇവിടെ ഞാൻ ചാടിച്ചുകൊണ്ട് വന്നല്ല, അതല്ല പറഞ്ഞ ഡൈവിംഗ് ആനിവേഴ്സറി എന്ന് പറഞ്ഞത്. അതാണ്. നമുക്ക് സ്കൂബ ഡൈവിംഗ് ട്രൈ ചെയ്യാം. സ്കൂബയുടെ ഭാഗോ? സ്കൂബയുടെ ഭാഗമല്ല, സ്കൂബ ഡൈവിംഗ് എന്ന് വെച്ചാ. സ്കൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ വെച്ചിട്ട് നേരെ കടലിലേക്ക് എടുത്ത് അങ്ങ് ചാടും. ഊളിയിട്ട് പോകുമ്പോൾ വലിയ വലിയ മീനുകൾ കാണാം. അടിത്തട്ട് ചെന്നാൽ മുത്തുച്ചിപ്പി കാണാം. കാണാനേ പറ്റുള്ളൂ, കുണ്ടാൻ പറ്റുമോ? എന്ത്? അല്ല, പണ്ട് ഈ സംഭവമൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ അന്നാ വായിച്ചൊരു കഥ ഇപ്പോഴും വെച്ചേക്കാം. വേറൊന്നല്ല, അയലത്തെ ചേച്ചി. ചതിക്കരുത്. ആ മുത്തുച്ചിപ്പി അല്ല, കടലിന്റെ അടിയിൽ പോകുമ്പോൾ ആ മുത്തുച്ചിപ്പി പവിഴം ഇതൊക്കെ നേരിട്ട് കാണാന്ന് പറഞ്ഞതാ. ദൈവമേ, ഞാനിപ്പോ സ്റ്റോറി പറഞ്ഞ് ഇവിടെ വേറെ സാധനങ്ങളുണ്ടോ? വേറെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ കാണാനുള്ള സാധനമാണ് ഡോൾഫിന്റെ ഡാൻസ്. ഡോൾഫിൻ നമ്മൾ ഇങ്ങനെ ചെന്നിരിക്കുന്ന സമയത്ത് ഡോൾഫിനെ എടുത്ത് നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടും. ചാടിയിട്ട് ഒരു ബോൾ എടുത്ത് ഇങ്ങനെ മൂക്കിയിട്ട് ഇങ്ങനെ കറക്കും. എന്നിട്ട് തിരിച്ചു വരും, നമുക്ക് കൈ തരും. ഇതൊക്കെ പോട്ട് ഡോൾഫിനെ കുന്തളിച്ചൊരു പോക്കുണ്ട്. ഡോൾഫിനെ കുന്തളിക്കാലോ, അവന് ലോൺ അടയ്ക്കണ്ട, EMI ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല, കുഞ്ഞുകുട്ടി പരാധീനങ്ങളില്ല. ഡോൾഫിനൊക്കെ എന്തോ നമ്മള് വെറും പാവങ്ങള്. ചേട്ടാ, എനിക്ക് കടലിന്റെ സാധനത്തിനോടൊന്നും വലിയ താല്പര്യമില്ല. എനിക്ക് ആകാശത്തുനിന്ന് കുതിക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടോ? സ്കൈ ഡൈവിംഗ് ഉണ്ട്. സ്കൈ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലൈറ്റ് കയറും. ഈ ഫ്ലൈറ്റ് നമ്മളെ കൊണ്ട് ഒരു 35,000 അടി ഉയരത്തിലേക്ക് അങ്ങ് പോകും. അവിടെ നമ്മൾ നേരെ താഴോട്ട് ചാടും. അയ്യോ, ചത്തുപോകും. പാരച്യൂട്ട് ഉണ്ടല്ലോ, അത് തുറന്നില്ലെങ്കിലോ?
തുറന്നില്ലേ കൊണ്ടുവന്നാൽ ഞാൻ വേറെ മാറ്റി തരാം. അതല്ല, നമ്മളൊരു എക്സ്ട്രാ ഒരു സാധനം കൂടെ കരുതിയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട. പോരത്തിന് മാഡമാണ് വരുന്നത്, മാഡം ഒറ്റയ്ക്കല്ലല്ലോ ചാടുന്നത്, ഇവിടെ ഞാനും ഉണ്ടല്ലോ. ഞാനും ഉണ്ട്. അതായത് സാറേ, ഉദാഹരണത്തിന് മാഡം ഇങ്ങനെ നിൽക്കുകയാണെന്ന് വെച്ചാൽ ഞാനും മാഡം കൂടെ ഒരു ജാക്കറ്റിൽ അങ്ങോട്ട് കയറും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചായിരിക്കും താഴോട്ട് പോകുന്നത്. കാര്യം എനിക്ക് പാരച്യൂട്ട് കൺട്രോൾ ചെയ്യാൻ അറിയാം. നിനക്ക് കൺട്രോൾ ചെയ്യാൻ അറിയാം. കണ്ടിട്ട് എന്റെ കൺട്രോള് പോയിക്കൊണ്ടിരിക്കട്ടോ. ചേട്ടാ അങ്ങനെ പറയല്ലേ ചേട്ടാ, പുള്ളി അത് നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ, പുള്ളി കൂടെ ചാടിക്കോട്ടെ. ഇവിടെ വേറൊരു സാധനം ഉണ്ട്. എന്ത്? മസാജ് പാർലർ. അങ്ങനെ എന്റെ കോസ്റ്റ് ഒക്കെ പൈസയൊക്കെ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? ഒന്നും കൊടുക്കണ്ട, അവര് തന്നെ ഊരി മേടിച്ചോളൂ. താല്പര്യമില്ല. ഞങ്ങൾ രണ്ടുപേരും എവിടെയായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലടേ. ഡിസംബറിൽ എവിടുന്ന ചേട്ടാ ഓണം? ഡിസംബർ അല്ല, ജനുവരി അല്ല, ഫെബ്രുവരി, എവിടെയായാലും നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ. മാവേലി നാടുവാണിടും കാലം. ഡൈവിന് പോകുന്ന കാര്യം ഒന്ന് പറ ചേട്ടാ, നമുക്ക് പോകാം. നിങ്ങളൊരു കാര്യം ചെയ്യും, മെനുവാ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഫിക്സ് ചെയ്തിട്ട് പറഞ്ഞാൽ മതി, ഞാൻ വന്ന് കൊണ്ടുപോവാ. ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യേ. ശരി, എനിക്ക് ഇത്തിരി തിരക്കുണ്ട്. ഇതൊന്നും വലിയ സുഖമല്ലടി. ഞാൻ ആ ഡൈവിന് പോയേനായിരുന്നു, എനിക്ക് അതൊക്കെ ആയിരുന്നു ഇഷ്ടം. ഇതൊന്നും ഒരു മേനയല്ല. ഒറാങ്കുട്ടൻ ഊഞ്ഞാലിരുന്ന് ആടുന്നു. ആരുടെ കുട്ടൻ? ചേട്ടാ, റീൽസിലൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തർ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോയും സെൽഫി ഒക്കെ എടുക്കാൻ. പോകട്ടെ പോകട്ടെ. എന്റെ ദൈവമേ, ചങ്ങാതി, കേരളത്തിലുള്ള ആൾക്കാരുടെയൊക്കെ നോട്ടം പിന്നെ സഹിക്കാം. സായിപ്പന്മാരുടെ നോട്ടം, നമ്മളെ പെണ്ണും പിള്ളേരെ കാണുമ്പോൾ മാത്രം എന്നാന്ന് ഇത്ര മാത്രമേ നോട്ടം. ഇതൊക്കെ കാണുമ്പോഴെനിക്ക് പണിയാ ചേട്ടാ. അയ്യോ എന്റെ വേഗം വാങ്ങട്. എന്റെ പണിയാ ചേട്ടാ കാണിച്ചു. എന്ത് പണി? ഈ കൊരങ്ങനല്ലേ അത്? കൊരങ്ങനല്ല, കൊമ്പനാനായാലും എന്റെ പെണ്ണുമുള്ള മടിക്കറിയിൽ നീ അടിക്കും, ഇടുകയെ അടിച്ച് കൊല്ലും. ചേട്ടാ, ഈ കൊരങ്ങൻ ഒറാങ്കുട്ടൻ എന്ന് പറഞ്ഞ അങ്ങനെയാണ് നമ്മുടെ മടിയിലൊക്കെ കയറി ഇരുന്നാണ് ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അവനെ നീ വന്നേ. അതിന് നിങ്ങൾ അതിനെ തല്ലി കൊല്ലേണ്ട കാര്യമുണ്ടോ? അതിന്റെ ബോധം പോയോ ചത്തുപോയോ എന്ന് ദൈവത്തിനറിയാം. നമുക്ക് നോക്കണം, നമുക്ക് പോവാതെ ഒരു വണ്ടിക്ക് എവിടെ പോണ രണ്ടും കൂടെ? ഞങ്ങളെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടു തീർന്നു പോയാൽ. ഞാനും ഒരു കാഴ്ച കണ്ട് CCTV-യിൽ. ഞാനെന്തിനാണ് ഓറാങ്കുട്ടനെ അടിച്ച് ബോധം കെടുത്തിയത്? പിന്നെ വെള്ളം ഒഴിച്ചാ പോരായിരുന്നോട്ടോളം. വെള്ളം ഒഴിച്ചാ പോരെന്നാ? ഇതിന് പരിഹാരം കാണാൻ നീയോ നിന്റെ ഭാര്യ ഇവിടുന്ന് പോകൂല. ബോധം കിട്ടി കിടക്കണേന് പലഹാരം കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോ? പലഹാരം ഉണ്ടാക്കോ അല്ല പറഞ്ഞത്, പരിഹാരം കാണാൻ നീ ഇവിടുന്ന് പോകൂലെന്ന്. പരിഹാരമല്ല, ഞങ്ങൾ പോകും. ഞാൻ പോലീസിനെ വിളിക്കും. നമുക്ക് പരിഹരിക്കാം. ഒരു 10,000-2,000 എടുത്തോ കൊടുക്ക് ചേട്ടാ. പിന്നെ അല്ല, അത് 2,000 കൊലുവേ. 4 ലക്ഷം രൂപ വയ്ക്കാതെ നീയോ നിന്റെ ഭാര്യ ഈ ബാങ്കോക്ക് വിട്ട് പുറത്തു പോകൂല. 4 ലക്ഷം രൂപ? 4 ലക്ഷം രൂപ. പെട്ടെന്ന് വയ്യാതായത് കണ്ടു. വെള്ളാരം കല്ലുള്ള വെള്ളി മൂങ്ങ അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ പറയും. നിന്റെ ഡിണ്ടിഗി 4 ലക്ഷം രൂപയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് ഡിണ്ടിഗിടി അല്ലടാ, നിന്റെ ഡിണ്ടിഗിടി ഞാൻ ഇവിടെ ചവിട്ടി പൊട്ടിക്കും. ആവശ്യത്തിന് വന്നതാ, ഒത്തില്ല. പൈസ വെച്ചിട്ട് പോടാ. എന്റെ പൊന്നെ മതി, നമ്മുടെ അടുത്ത് 4 ലക്ഷം ഒന്നുമില്ല. ഞങ്ങൾ പോകാൻ പോണ് 1 ലക്ഷം, നോ കോംപ്രമൈസ്. അതെ ചേട്ടാ, എന്തെങ്കിലും ഞങ്ങളൊരു മലയാളിയല്ല ചേട്ടാ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് അഡ്ജസ്റ്റ് ചെയ്യോ? ശരി, മലയാളിയാണെന്നൊരു പരിഗണന ഞാൻ തരുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ പോകട്ടെ. 4 ലക്ഷം രൂപ തരണ്ട. പക്ഷെ നീ പോണ്ട. നീ പകരം ഊഞ്ഞാലി കയറിയെന്ന് ഒറാങ്കുട്ടന് പകരം 2 മാസം നീ അവിടെ നിന്ന് വർക്ക് ചെയ്യണം. പിന്നെ എനിക്ക് നട്ടപ്രാന്തല്ലേ, കുരങ്ങന്മാരോട്ട് അവിടെ കിടന്ന് ഓടാനായിട്ട്. നീ പാടാറുണ്ട്. നീ ഒന്ന് ഇങ്ങനെ കാണിച്ചാണ്, ഒന്ന് നടന്നാണ് നീ മുന്നോട്ട്. ഒന്ന് ഇങ്ങനെ കണ്ടടാ. ഇത് ഒറാങ്കുട്ടനെ കാട്ടി ഫാൻസ് ഉണ്ടാക്കും. ഇത് മതി, നീ പോയി അവിടെ. നടക്കില്ല. എന്ത് നടക്കാത്തെന്ത്? ഈ പറയുന്നൊക്കെ വലിയ പണിയൊന്നും ഇല്ല. അവിടെ ചെന്ന് ഊഞ്ഞാൽ ഇരുന്ന് കഴിഞ്ഞാൽ കുറെ ഗസ്റ്റുകൾ വരും, കൂടുതലും പെമ്പിള്ളേരായിരിക്കും. അവർക്ക് ഉമ്മ കൊടുക്കുക, അവരെ തോളി കയറി ഇരിക്കുക, അവരെ മടിയിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളെ ഉള്ളൂ. വലിയ ശരീരരങ്ങുന്ന ജോലിയൊന്നും ഇല്ല ഇവിടെ. പൊന്നോ, എന്തോന്നു നിനക്ക് എപ്പോഴാ ഫ്ലൈറ്റ്? അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ശ്രദ്ധിച്ച് കേക്ക്. നമ്മുടെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റിപ്പോയി. ഒന്നാ പാപം തിന്നാ തീരുന്നല്ലേ. ഞാൻ ചിലപ്പോ 3-4 പെമ്പിള്ളേരെ കെട്ടിപ്പിടിക്കും, ചിലപ്പോ അവരുടെ മടി കയറിയിരിക്കും. എന്ത് ചെയ്യാം, വിധി അങ്ങനെ ആയിപ്പോയില്ലേ. മര്യാദക്ക് എന്റെ കൂടെ നാട്ടിലോട്ട് വരാൻ നോക്കിയോ കേട്ടോ ചേട്ടാ. ഇതൊന്നും ശരിയാവത്തില്ല. ഒരു മനുഷ്യൻ അവിടെ നിന്ന് കുരങ്ങാനായിട്ടൊന്നും പറ്റുന്ന കാര്യമൊന്നും അല്ല കേട്ടോ. മനുഷ്യനായിക്കോട്ടെ, എന്ത് പറ്റാത്തത്? 2 മാസം മുമ്പ് ഇതുപോലൊരു ഫാമിലി ഇവിടെ വന്ന്
അയാളുടെ ഭാര്യയെ കയറി ഉറാൻകുട്ട ഒന്ന് ഉമ്മ വെച്ചതിന് അയാൾ ഒറ്റ അടിക്ക് അതിനെ കൊന്ന്. പകരം 2 മാസമായിട്ട് വേഷം ഇട്ടിട്ട് ആ ഊഞ്ഞാലിരിക്കുന്നേ ആ മറ്റേ ഭർത്താവാ. അയാളെ ഇയാൾ അടിച്ച് താഴെ കൊണ്ടിട്ടത്. പകരം നീ 2 മാസം ഇരുന്നിട്ട് പോയാൽ മതി, അയാൾ ആശുപത്രിയിൽ നിന്ന് വരുന്നത് വരെ. എടാ കള്ള, അപ്പൊ എന്റെ പെണ്ണുമ്പിള്ളയുടെ മടി കയറി ഇരുന്ന് കൊരങ്ങനല്ല മനുഷ്യനായിരുന്നല്ലോ. അതെ. പിന്നെ നീ ഞാൻ കൊല്ലുടാ. ശ്രീജു, പ്രദീപേ ആൻഡ് സൂര്യശ്രീ, നല്ലൊരു കൈഡി കൊടുക്കാം. വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് നിങ്ങൾ ഇന്നത്തെ ഈ സ്കിറ്റിന് വേണ്ടി തിരഞ്ഞെടുത്തത്. എന്തായാലും നന്നായിരുന്നു. നമുക്ക് കമന്റ്സിലോട്ട് പോയാലോ? ബിജുകുട്ടാ, നന്നായിരുന്നു കേട്ടോ. 3 പേരും നന്നായിരുന്നു. എനിക്ക് എടുത്തു പറയാനുള്ളത് പ്രദീപിനാണ്. പ്രദീപ് ശരിക്കും ഒരു 1 മാൻ ഷോ ആയിരുന്നു ഇതിനകത്ത്. 3 പേരുണ്ടെങ്കിൽ തന്നെയും നല്ല ഇപ്പൊ സെന്ററിൽ നിൽക്കുന്നത് പോലെ തന്നെ ആ സ്കിറ്റിൽ നല്ല സെൻട്രലൈസ് ചെയ്ത് കളിച്ച് നന്നായിട്ട് കയറ്റിക്കൊണ്ട് വന്നിട്ടാ. താങ്ക് യു. പിന്നെ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ റൈഡും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടപ്പോൾ നിങ്ങളുടെ ഒരു എൻട്രി കൂടി കണ്ട് പിന്നെ ഇയാളുടെ ഒരു ഇതിനെക്കുറിച്ചൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പം നിങ്ങളുടെ എൻട്രി കണ്ടപ്പോൾ ഞാൻ കരുതി ഈ റൈഡിൽ കയറുന്ന സംഭവങ്ങളും അതിനകത്ത് കുറേ ഹ്യൂമറൊക്കെ ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ റൈഡ് സംബന്ധമായിട്ടുള്ള ആ റൈഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി റൈഡിലേക്കൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എനിക്ക് ഈ ഒരു കണ്ടന്റ് എടുത്തപ്പോൾ അതൊരു കുറവായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ടോട്ടലി നോക്കുമ്പോൾ നല്ല സ്കിറ്റായിരുന്നു, നല്ല കൗണ്ടറുകളും കാര്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ലൈമാക്സ് നന്നായിരുന്നു. പിന്നെ എന്താണ് പറഞ്ഞാൽ ആ വലിയ ആളിൽ നിന്നും ചെറിയ കുട്ടിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ അത് ഭയങ്കര രസമുണ്ടായിരുന്നു. കാരണം അത് ആവശ്യത്തിന് ഒത്തില്ല എന്ന് പറയണത് അത് അന്നേരത്ത് ശരിക്കും വന്നതല്ല അത് അല്ലേ, അത് അഭിനയിച്ചാണ്. പക്ഷെ അത് പിടിക്കപ്പെട്ട് അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എന്തായാലും 3 പേരും നന്നായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചാലും നല്ല സ്കിറ്റായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ എൻ്റർടൈൻമെൻറ്റ് സിനിമകളുണ്ട്, അതിനകത്ത് ലോജിക്ക് നോക്കണ്ടെന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തുടക്കം മുതൽ ഒടുക്കം വരെ നല്ല ചിരിയുള്ളൊരു സ്കിറ്റായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. പ്രദീപ്, നിങ്ങൾ അസാധ്യമായിട്ട് പെർഫോം ചെയ്തു കേട്ടോ. കാരണം ഇതിനകത്ത് ഇപ്പം ശ്രീജു ആയാലും സൂര്യശ്രീ ആയാലും നമ്മൾ സ്ഥിരം സ്കിറ്റുകൾ കാണുമ്പോൾ അതിൽ നിന്ന് മാറ്റി അവർ മൊത്തം പ്രദീപിനെ കോൺസെൻട്രേഷൻ ചെയ്ത് പ്രദീപിനുള്ള കൗണ്ടറുകൾ റെഡിയാക്കി അത് പ്രദീപ് വളരെ ഗംഭീരമായിട്ട് ചെയ്തു എന്നുള്ളത്. പ്രദീപിൻ്റെ 1 മാൻ ഷോ ഉണ്ടായിരുന്നു, ചിരിക്കാനുണ്ടായിരുന്നു. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ചിരി നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് 3 പേരും വളരെ ഗംഭീരമായിരുന്നു കേട്ടോ. ഓൾ ദസ്. ശ്രീജു, പ്രദീപേ, സൂര്യശ്രീ, നല്ല സ്കിറ്റായിരുന്നു. നല്ല സ്കിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല നീറ്റായിരുന്നു. കാര്യം ആ തുടക്കം തന്നെ ഒരു ഫ്രഷ് ഫീൽ ഉണ്ടായിരുന്നു. സഫാരി വേൾഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എത്തിച്ചു, നമ്മൾ ബാങ്കോക്കിലോട്ട് എത്തിച്ചു. അതിന് പ്രധാന കാരണക്കാരനായത് ശ്രീജുവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ആ ഇൻട്രൊഡക്ഷന് തന്നെ നമ്മൾ എവിടെ എത്തി എന്നുള്ളതാണ് മനസ്സിലായത്. അത് കഴിഞ്ഞ് പിന്നെ ഇവരങ്ങോട്ട് വരുന്നു. പ്രദീപേ ഉഗ്രനായിരുന്നു. പ്രദീപ് കലക്കി എന്നുള്ളതാണ് കാര്യം. അതിന് പ്രദീപിന് കൈയടി കിട്ടുന്നതിനോടൊപ്പം തന്നെ ഇവർക്കും കൈയടിയുണ്ട്. ഒരു ക്രിക്കറ്റ് ടീമിൽ 11 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ സെഞ്ചുറി അടിച്ചാൽ മതി, ടീം മൊത്തത്തിലാണ് ജയിക്കുന്നത് എന്ന് പറയുന്ന പോലാണ് നിങ്ങളുടെ കൂടെയുള്ള ഇന്ന് സെഞ്ചുറി അടിച്ചിരിക്കുന്ന കൊച്ചു പ്രദീപാണ്. പക്ഷെ അത് കൊച്ചു പ്രദീപിന് മാത്രം കഴിവില്ല, നിങ്ങളുടെ 2 പേരുടെയും കൂടെ കഴിവുണ്ട്. അതിൻ്റെ ഒപ്പം ആ കൈയ്യടി നിങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടാണ്. 3 പേരും നന്നായിരുന്നു. നിങ്ങൾ 2 പേരും പിന്നെ ഈ പറയുന്നത് പോലെ സാധാരണ ഒരു സ്കിറ്റ് വരും പെർഫോം ചെയ്യുന്ന ആ ലെവലിലുള്ള തമാശകൾ കൗണ്ടറുകളിൽ നിന്ന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ 2 പേരും കൂടെ ചേർന്നാണ് പ്രദീപിനെ അങ്ങോട്ട് ഇട്ടിട്ട് കൊടുക്കുക. പ്രദീപ് നിന്നങ്ങ് പൊളിക്കുകയാണ്. അപ്പം അടുത്ത തവണ വരുമ്പോൾ ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരണം. ഓക്കെ, നമുക്ക് മാർക്സിലോട്ട് പോയാലോ? പറഞ്ഞത് ഞാൻ ഒരു 15 മാർക്ക് കൊടുക്കും. 15. ഞാനും കുറയ്ക്കുന്നില്ല. ഞാനൊരു 15 രൂപ, 15,000 രൂപ ഞാനും തരാണ്. അപ്പൊ തന്നെ 30 ഇനി ബാക്കി ബിജുക്കുട്ടിയുടെ കയ്യിലാണ്. ആകെ 4 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ളത്. എന്തെങ്കിലും ഒരു 2-3 ദിവസത്തെ കുറവ് കിട്ടും നമ്മൾ തരുമ്പോൾ. 2 ദിവസം ഒരാഴ്ചത്തെ കുറവുണ്ടാവും മിക്കവാറും. പിടിച്ചോ അവിടെ 50,000 രൂപ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഗംഭീര പൊട്ടിച്ചിലുകളായിട്ട് അടുത്ത തവണ ഇനിയും വരണം. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഓൾ ദ ബെസ്റ്റ്. നല്ലൊരു കൈഡി കൊടുക്കാം. ശ്രീജു, പ്രദീപ് ആൻഡ് സൂര്യശ്രീ, താങ്ക് യു. അടുത്ത ടീം വരാൻ പോവാണ്. അതിൽ ഒരാള് നമുക്ക് പരിചയമുള്ള ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് ആണ്, മിസ്റ്റർ അനീഷ് റാന്ത്. ബാക്കി 2 പേരും പുതിയതാണ്, പുതിയ 2 പേരാണ്. പക്ഷെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 മിമിക്രിക്കാരാണ്. അപ്പൊ നല്ലൊരു കൈഡ് കൊടുത്ത് നമുക്ക് അവരെയും കൂടി ക്ഷണിക്കാം. അനീഷിനൊപ്പം വിനീഷ് ആൻഡ് പ്രസാദ്. എന്റെ ഭഗവാനെ, തുണി കഴുകി എന്റെ ജീവിതം കളയാനാണല്ലോ എന്റെ വിധി. അതെങ്ങനാ? ഇവിടെ കറണ്ടില്ല. കറണ്ട് പോകാനൊരു കാരണമുണ്ട്. അപ്പുറത്തെ വീട്ടിൽ അവൻ്റെ പോസ്റ്റ് ചെയ്യാനുള്ള മാവിൻ്റെ കൊമ്പ് എൻ്റെ ലൈൻ കമ്പിലോട്ട് കയറി കിടക്കുന്നുണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ വർക്കാകുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ തുണി കഴുകിടാ. നീ കിടന്നുറങ്ങിക്കോ, നിന്റെ ഒടുക്കലത്തെ ഉറക്കമായിന്ന്. നിന്നെ ഞാൻ ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ദ്രോഹിക്കൂടാ. ഇവനോട് ഞാൻ എത്ര കാലം കൊണ്ട് പറയുവാ. അവൻ
കയ്യല്ലടാ, കാല് കാല് കാല്. എടാ നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഞാൻ ഇവിടെ നിന്ന് തുണി കഴുകിക്കൊണ്ടിരിക്കുന്നത്, അറിയോ? അതുകൊണ്ട് നീ വൃത്തിക്ക് നടക്കുന്നു. നീ ഈ കൊമ്പ് വെട്ടി മാറ്റുന്നുണ്ടോ ഇല്ലയോ? അയ്യോ, അത് വെട്ടാൻ പറ്റൂല. എന്താ? അതെന്റെ അച്ഛന്റെ കൈയാണ്. അച്ഛന്റെ കയ്യോ? എന്റെ അച്ഛനെ അടക്കിയിരിക്കുന്നത് വെച്ച മാവല്ലേ? അപ്പൊ ആ മാവെന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന് തുല്യമാണ്. അതിന്റെ കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അച്ഛന്റെ കൈകളാണ്. അതിന്റെ ഇരകൾ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛന്റെ തലമുടികളാണ്. അപ്പൊ അതിന്റെ മാങ്ങയോടാ അച്ഛന്റെ അത് ആവില്ല. നീ നിന്റെ അച്ഛന്റെ കൊമ്പ് മുറിക്കുന്നുണ്ടോ ഇല്ലെന്ന് അച്ഛനെ ഞാൻ മൂടോടെ ഞാൻ വെട്ടും. നീ എന്റെ പറമ്പിൽ കോഴിത്തലയ്ക്കകത്ത് കൂടോത്രം ചെയ്ത് കൊണ്ടിട്ട് ഞാൻ കണ്ടടാ. എടാ, അത് വല്ല പൂച്ചയോ പട്ടിയോ കൊണ്ടിട്ടായിരിക്കും. പിന്നെ പട്ടിയും പൂച്ചയൊക്കെ പേരിന്റെ രസീത് എഴുതിയല്ലോ കൊണ്ടിരുന്നത്. എന്റെ പേരിൽ ശത്രു സംഹാര പൂജയുടെ രസീതും. നീ ഒരു കാര്യം മനസ്സിലാക്ക്. ഞാൻ നിന്റെ കൂട്ടല്ല, ഞാനൊരു കറുതീർന്ന നിരീശ്വരവാദിയാണ്. എന്റെ പൊന്നു ദൈവമേ പറഞ്ഞു കേട്ടോ. നീ ഇതിന്റെ കൊമ്പ് വെട്ടി മാറ്റുന്നുണ്ടോ ഇല്ലില്ല, ഞാൻ കയറി വെട്ടും. നീ വലിക്കും. എന്തോ ചെയ്യാനാ, നേരം വെളുക്കുമ്പോൾ തുടങ്ങുന്ന പണിയാണ്. സതീശനാടാ. സതീശൻ ഞാനാ. നീ KSEB-ലോട്ട് വിളിച്ചൊരു പരാതി തന്നായിരുന്നല്ലോ. ആ, നിന്നെ ഞാൻ അതിപ്രകാരം ഞാൻ വിളിച്ചപ്പോ നിങ്ങൾ ആദ്യത്തെ 2 നമ്പർ പറയും, പിന്നെ 2 2 2 2 എന്ന് പറഞ്ഞ് കട്ടാക്കും. പിന്നെ ഞാൻ രണ്ടാമത് വിളിച്ചു, അന്നേരം ആദ്യത്തെ 2 നമ്പർ പറയും, 2 2 2 2 പറഞ്ഞ് കട്ടാക്കും. അല്ല, ഒരാൾ ഫോൺ വിളിച്ചു കഴിഞ്ഞാലേ ഒന്ന് ഫോൺ അറ്റൻഡ് ചെയ്തൊന്ന് സംസാരിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഹലോ മിസ്റ്റർ, നിങ്ങൾ എന്നെ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഞാൻ ആദ്യത്തെ 2 നമ്പർ പറഞ്ഞു, 97222 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ തന്നെയാണ് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി മിസ്റ്റർ. അയ്യോ, മൈ മിസ്റ്റേക്ക്. എനിക്കാണ് തെറ്റ് പറ്റിയത്. പോട്ടെ, ഞാൻ ഏതായാലും ഇവിടെ വന്നില്ലേ, ഞാൻ എന്റെ നമ്പർ ഞാൻ വിളിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്യാം. നീ എന്നാത്തിനാ നമ്പർ? അതുകൊണ്ട് ആ നിൽക്കുന്ന കുഴുങ്ങിയവൻ അവനോട് പോയി ചോദിച്ചു. ഹലോ, എന്താ പരിപാടി? എന്നത് എന്താ പരിപാടി? ടച്ചിങ് വെട്ടാൻ വന്നതാ. ടച്ചിങ് നക്കുവല്ലേ, വെട്ടുമല്ലോ. തുമ്പ് വെട്ടാൻ വന്നതാന്ന്. ഈ നിൽക്കുന്ന മാവ് കണ്ടോ, ആ തുമ്പിരിക്കുന്ന കമ്പ് കണ്ടോ, ആ കമ്പിന്റെ കൊമ്പ് വെട്ടാനാണ് ഞാൻ വന്നത്. മനസ്സിലായോ? കാര്യമൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി. പക്ഷെ ഗോപാലകൃഷ്ണൻ സമ്മതിക്കൂല. അതാരാ? അത് ഈ കിഴങ്ങൻ അവനോട് ചോദിക്കേ. ഇയാളാണ്. അല്ലാണ്ട് അവൻ അങ്ങനെ പലതും പറയും, നിങ്ങൾ ചോദിക്കാം അങ്ങോട്ട്. ഈ ഭഗവാന്റെ പേര് വെച്ചിട്ട് ഒരുമാതിരി തെമ്മാടത്തിന്റെ അയൽവക്കത്തിൽ കാണിച്ചാലുണ്ടല്ലോ, നിങ്ങൾക്ക് നാണമുണ്ടോ മിസ്റ്റർ? ഞങ്ങൾ KSEB-കാർ നിന്റെയൊക്കെ മടിയിലിട്ട് വളർത്തിയതാണോ? അതിന്റെ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ടോ? എടാ, എല്ലാ മാസത്തെ കറണ്ട് ബില്ല് കൃത്യസമയത്ത് തന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് തരുന്നില്ലടാ. പുഴുകി തിന്നാൻ. എടാ, മഴയായാലും കാറ്റായാലും ഞങ്ങൾ കണ്ട് ഈ പോസ്റ്റേ വലിഞ്ഞു കയറണം, ഫ്യൂസ് കുത്തണം, കമ്പി കെട്ടണം. ഞങ്ങളുടെ കഷ്ടപ്പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അത് നിങ്ങളെ പൊതുജനങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അണച്ചു കഴിഞ്ഞോ? അണച്ചു കഴിഞ്ഞോന്ന്? കഴിഞ്ഞ്. എന്നാ ബാക്കി പറ. എന്റെ പൊന്നു കൊച്ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ തമ്മിൽ വഴക്കൊന്നും ഉണ്ടാക്കാതെ സ്നേഹത്തോടെ സമാധാനത്തോടെ അങ്ങ് ജീവിക്കണം. നിനക്ക് ഇയാളോട് ഇത്രയും വൈരാഗ്യം വരെ എന്തുകൂടാ കാര്യം? അത് ഞാൻ പറഞ്ഞുതരാം. അതായത് പണ്ട് യവനൊരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. പ്രേമം സ്വാഭാവികമല്ലേ, ആർക്കും എപ്പോഴും വേണമെന്ന് തോന്നാത്ത കാര്യമല്ലേ? യവന് മാത്രം. അങ്ങനെ ഇരിക്കെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവൻ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ചെന്നു. അവളോ സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരനെ അങ്ങ് കെട്ടി. അതാരാ? അതാ കിഴങ്ങനാ. നീ കൂടുതൽ സംസാരിക്കരുത്. എന്റെ പെണ്ണുമുള്ള മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങുമ്പോ ഇവൻ കൂടെ ഇറങ്ങും. എനിക്ക് തൂക്കണ്ടടാ. എന്റെ പെണ്ണുമുള്ള വെള്ളം കോരാണ്ട് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോ ഇവൻ കൂടെ ഇറങ്ങും. എനിക്ക് വെള്ളം കോരണ്ടേ? അലക്ക നീ നിന്റെ പെണ്ണുമുള്ളനെ കൊണ്ട് ജയിപ്പിക്കണ. ഞാൻ എന്റെ പെണ്ണുപിള്ളയെ കൊണ്ട് കട്ടിയുള്ള പണികളൊന്നും ജയിപ്പിക്കാറില്ല. എന്തിന്? അവളെ ഞാൻ മുറ്റത്ത് പോലും ഇറക്കാറില്ല. നീ നിന്റെ പെണ്ണുപിള്ളെ കൊണ്ട് ഷോക്കീസിലോട്ട് ഇത്ര. അതുകൊണ്ടല്ല, നമുക്ക് വീടിനകത്ത് പിടിപ്പത് പണി കൊണ്ട് പിള്ളേരെ നോക്കണ്ടേ? എത്ര പിള്ളേരുണ്ടോ? 8. പിന്നെ എങ്ങനാ മുറ്റത്തോട്ട് ഇറങ്ങാനാ? ഈ മാവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഇയാൾക്ക് കറണ്ട് കിട്ടണം മിസ്റ്റർ. എടാ, നീ അവന്റെ സൈഡ് പിടിച്ച് സംസാരിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ അവന്റെ സൈഡ് പിടിച്ച് എന്ത് സംസാരിച്ചു? ഈ മരത്തിന്റെ കൊമ്പ് വെട്ടിത്തരണം. പിന്നെ എന്റെ അതിരിൽ നിന്നൊരു വാഴ ഇവൻ വെട്ടി. വാഴ ഞാൻ വെട്ടിയില്ല, ഒരു കോല ഞാൻ വെട്ടി. താൻ എന്ത് പണിയാണോ കാണിച്ചത്? ഇടൂ, അയാൾ അതിലെ നിന്ന വാഴ, അതിലുണ്ടായ കൊല അയാളുടെ കൊലയല്ലേ? നീ പിന്നെ എന്തിനാ അയാളുടെ കൊല വെട്ടണം? വാഴ അവന്റെ അതിരിലായിരിക്കും, പക്ഷെ കൊല എന്റെ പറമ്പിലോട്ടാ നിന്നത്. അപ്പൊ അത് എന്റെ കൊലയല്ലേ? അതപ്പോ ഇവന്റെ കൊലയല്ലേ? അതങ്ങനെ ശരിയാകും. എന്റെ വാഴ, എന്റെ അതിര്, എന്റെ കൊല. നീ മാവിന്റെ കൊമ്പ് വെട്ടി തന്നില്ല, ഇന്ന് നിന്റെ കൊലയാ. നിന്റെയൊക്കെ ഞാൻ കൊലപാതകം ചെയ്യും കേട്ടോ. എന്നെ വിട്ടത് KSEB ആണ്. ഈ മരത്തിന്റെ കൊമ്പ് വെട്ടണം, ഇയാൾക്ക് കറണ്ട് കിട്ടണം. ഇയാൾ പരാതി എന്നാണ്, ഞാൻ വെട്ടിയിരിക്കും. നീ അവനെ സഹായിച്ചത് വെട്ടുമെന്നറിയാം. ഇനി ഇതൊണ്ടല്ലേ വെട്ടോളൂ. എന്താ നോക്കട്ടെ?
കൊച്ചേട്ടാ ചത്തോ? ഉണ്ടല്ലടാ എന്റെ പണി പോടാ കൊച്ചേട്ടാ. എടാ ഇയാളെ മിണ്ടുന്നടാ, വിളിക്കടാ. അപ്പൊ നമുക്ക് ഈ മാവിന് മൂടോടെ അങ്ങ് വെട്ടാം. എടാ ഈ മാവിനി എന്തിനാണ് മൂടോടെ വെട്ടുന്നത്? ഇവനെ നമുക്ക് ദഹിപ്പിക്കണ്ടേ? അനീഷ്, വിനീഷ് ആൻഡ് പ്രശാന്ത് നന്നായിരുന്നു. നിങ്ങൾ രണ്ടുപേരും പുതിയതാണല്ലേ? അതൊക്കെ പേരുകൾ പറഞ്ഞ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക പ്ലീസ്. എന്റെ പേര് കാരക്കാട് വിനീഷ്. കാരക്കാട് വിനീഷ്. ഓക്കെ. കാരക്കാട് എന്ന് പറഞ്ഞാൽ നമ്മളെ ചെങ്ങന്നൂരാണ്. ഓക്കെ. എന്റെ പേര് പ്രശാന്ത്. ആറന്മുളയാണ് സ്ഥലം അല്ലേ? പ്രശാന്തിന്റെ എന്താണ് ഇതിനു മുൻപ് എക്സ്പീരിയൻസ് എങ്ങനെയാണ് ടീമിൽ? പ്രൊഫഷണലായിട്ട് കളിക്കുമായിരുന്നു. എന്റെ ആസ് എ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഫാർമസിയായി. ഫാർമസി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊപ്പം മിമിക്രി പ്രോഗ്രാംസും സ്റ്റേജ് ഇതും ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. മറ്റേ അദ്ദേഹം ഞാൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ. ഒരു 25 വർഷമായി ഫീൽഡിലുണ്ട് മിമിക്രി. ഓക്കെ. എന്തായാലും നന്നായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ്, ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റി. അപ്പോൾ രണ്ടുപേർക്കും നമ്മുടെ ഈ കുടുംബത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം കേട്ടോ. ഓക്കെ. അനീഷ് പിന്നെ നമ്മുടെ സ്വന്തം ആളാണ്. പിന്നെ അനീഷിന് പിന്നെ പറയേണ്ടായിരുന്നു. നമുക്ക് ഇന്നത്തെ കമന്റ്സിലോട്ട് പോയാലോ? ഓക്കെ. പ്രജോത് നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. നന്നായിരുന്നു പറയാൻ കാരണം പ്രത്യേകിച്ച് ഞാൻ ഇന്ന് ഹാപ്പി എന്ന് പറഞ്ഞാൽ അനീഷ് ഇതിനകത്ത് വന്ന് ഭയങ്കര ടെൻഷൻ അടിക്കുന്ന ആളാണ്. ഇന്ന് അനീഷിന് ഒരു ടെൻഷനും ഇല്ലാതെ കളിച്ചിട്ടുണ്ട്. നല്ല കൈ. അനീഷിന് ഒരു ടെൻഷൻ ഇല്ലായിരുന്നു കേട്ടോ അനീഷ്. പക്ഷേ എനിക്കിതിനകത്ത് ഈ സ്ക്രിപ്റ്റിനകത്ത് കുറച്ചുകൂടെ കോമഡിയുടെ ഒരു കുറവ് നമുക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ വിനീഷും പ്രശാന്തും നല്ല കോംബോ ടീമിനെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നല്ല സ്ക്രിപ്റ്റ് ചെയ്ത് നല്ല വർക്ക് ചെയ്താൽ നിങ്ങൾ 3 പേരും നല്ല കോമ്പിനേഷൻ ടീമുകളാണ്. അപ്പോൾ ഇനി അടുത്തതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നിങ്ങൾ 2 പേരും ആദ്യം ഈ ഫ്ലോറിൽ വന്നതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. താങ്ക് യു. അപ്പോൾ 3 പേർക്ക് ഓൾ ദി ബെസ്റ്റ്. ബിജുകുട്ടാ നന്നായിരുന്നു കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞുകൊണ്ട് തമാശയുടെ കുറച്ച് കുറവുകൾ ഉണ്ടായിരുന്നു. നല്ല പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു സ്കിറ്റായിരുന്നു. പറഞ്ഞുകൊണ്ട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് നല്ല സ്കിറ്റുകളും നല്ല തമാശകളും കിട്ടിയാൽ നന്നായിട്ട് അവതരിപ്പിക്കാൻ പറ്റിയ 3 ടീമുകളാണ്. പറ്റും നിങ്ങൾക്ക് കേട്ടോ. അതിനുവേണ്ടി ശ്രമിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഇവർ രണ്ടുപേരും പറഞ്ഞതൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എനിക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് കൂട്ടിച്ചേർക്കാനുള്ളത് ഒരുപാട് പുതുമകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോറാണ് നമ്മുടെ ഇത് ഐറ്റം വേറെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു കോണ്ടൻറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പം നിങ്ങളെ സംബന്ധിച്ച് വളരെ ഈസി ആയിട്ടുള്ളൊരു കോണ്ടൻറ്റാണ് നിങ്ങൾ തപ്പിക്കൊണ്ട് വന്നത്. നമ്മൾ കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അതിർത്തി തർക്കം, അതിനിടയിലേക്ക് സാധാരണ ഒരു പോലീസുകാരനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ ആയിട്ട് വരുന്നു. ബാക്കി ക്യാരക്ടേഴ്സ് എല്ലാം പഴയത് തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും മാറ്റി പിടിക്കണം, പിടിച്ചേ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഇവിടെ നിലനിൽപ്പുണ്ടാവുള്ളൂ. നിങ്ങൾ ഈ പ്രോഗ്രാം കാണുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ നമ്മുടെ കോമഡി ഷോകളിൽ കാണാത്ത പ്ലോട്ടുകളും തിരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ ഒരു 99% ടീമുകളും വരാറുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പോൾ അതൊക്കെ മാറ്റി ഒരു ഗംഭീര പൊട്ടിച്ചിലുമായിട്ട് അടിപൊളി സ്കിറ്റുമായിട്ട് വരണം. ഓക്കെ. ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് മാർക്സിലോട്ട് പോകാം. ഓക്കെ. ബിജുകുട്ടാ. ഞാൻ ഒരു 2000 രൂപ. 2000 രൂപയാണ്. ഞാൻ ഒരു 2000 രൂപ തരുന്നു. അപ്പോൾ 4000 രൂപയായി. 4000 രൂപയായി. ഇനി ബാക്കിയുള്ളത് ഞാൻ തരുന്നേക്കാം. 15,000 രൂപയാണ് കിട്ടിയിട്ടുള്ളത്. സാരമില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു ടീസറായിട്ട് കണ്ടാൽ മതി. ഇപ്പോൾ പൊട്ടിച്ചിരികളുമായിട്ട് അടുത്ത വേദിയിൽ കാണാം. ഓക്കെ. നല്ലൊരു കൈഡി കൊടുക്കാം. അനീഷ്, വിനീഷ് ആൻഡ് പ്രശാന്ത്, താങ്ക് യു സോ മച്ച്. അപ്പോ പ്രചോദയ ബിജുകുട്ടാ, ഇന്നത്തെ എപ്പിസോഡ് അങ്ങനെ അങ്ങ് അവസാനിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചാലും ഇത് തുടക്കം മുതൽ കയ്യടി നിർത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതാണ് പാലക്കാട്. അപ്പൊ എന്തായാലും ഇന്ന് ഓർത്തോർത്ത് ചിരിക്കാൻ ഉഗ്ര സ്കിറ്റുകളൊക്കെ കിട്ടിയില്ലേ? അപ്പൊ സുഖമായിട്ട് പോയി ഉറങ്ങുക. പ്രേക്ഷകരോട് അത് തന്നെയാണ് പറയുന്നത്. സന്തോഷമായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒരു അടിപൊളി ഗംഭീര എപ്പിസോഡുമായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.